1 മണിക്കൂർ പ്രസംഗം ഞാൻ താഴെ പാടാൻ പോകുന്ന ഒരു പാട്ട് അതിനകത്തുണ്ട്. അതായത് ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനാണ്. അദ്ദേഹത്തെ 2ാമത്തെ ക്രിസ്തുവെന്നാണ് കത്തോലിക്ക സഭ നാമകരണം ചെയ്തിരിക്കുന്നത്. ഈശോയെ അത്രയും അടുത്തനുഗമിച്ച മറ്റൊരു വ്യക്തിയില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിനെ അക്ഷരാർത്ഥത്തിന് അടുത്തനുഗമിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഫ്രാൻസിസ് അസീസിയാണ്. അപ്പോൾ അദ്ദേഹത്തെ 2ാമത്തെ ക്രിസ്തുവാക്കിയ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്നതാ അദ്ദേഹത്തെ 2ാമത്തെ ക്രിസ്തുവാക്കിയത്. അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിന് ഞാൻ തന്നെ രചനയും രാഗവും താളവും കൊടുത്തിട്ടുള്ള ഒരു പാട്ടാണ് പാടുന്നത്. ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. പ്രകാശത്താരേ മധുമലരേ പാവക ജീവൻ തന്നരുളൂ വിരിയും സ്നേഹ മുകുളം വളരും വിരിയും സ്നേഹ മുകുളം വളരും എൻ മനോവയലിൽ പ്രകാശത്താരേ മധുമലരേ പാവക ജീവൻ തന്നരുളൂ ഈ കരക്കാട്ടിലും ഉൾക്കടൽ തിരയിലും ഈ കരക്കാട്ടിലും ഉൾക്കടൽ തിരയിലും ശത്രുവിൻ ഹൃത്തിലും നിൻ രൂപം കാണും ഞാൻ ഈ കരക്കാട്ടിലും ഉൾക്കടൽ തിരയിലും ശത്രുവിൻ ഹൃത്തിലും നിൻ രൂപം കാണും ഞാൻ കനിയൂ സൽഗുരുവേ ചൊരിയൂ കൃപാവരം പ്രകാശത്താരേ മധുമലരേ പാവക ജീവൻ തന്നരുളൂ പൂനിലാരാവിലും കോരമാരിയിലും പൂനിലാരാവിലും കോരമാരിയിലും ുള്ളിലും യേശുവെ കാണും ഞാൻ പൂനിലാരാവിലും കോരമാരിയിലും അമ്പരിനുള്ളിലും യേശുവെ കാണും ഞാൻ തിരിക്കൂ നിൻ വദനം ചൊരിയൂ കൃപാവരം പ്രകാശത്താരേ മധുമലരേ പാവക ജീവൻ തന്നരുളൂ. താങ്ക് യു. അവനെ 2ാമത്തെ ക്രിസ്തുവാക്കിയ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഈ ഇടയിൽ ചേർത്തിരിക്കുന്നത്. എന്തിലും എവിടെയും എപ്പോഴും ഈശോയെ കണ്ട മനുഷ്യൻ ദൈവത്തെ അക്ഷരാർത്ഥത്തിൽ അനുഗമിക്കേണ്ട വഴി അറിഞ്ഞിരിക്കണം. ഒരു കനാനായ പള്ളിയിൽ യാക്കോബായ കനാനായ പള്ളിയിൽ ഒരുപാട് 100ഓളം പള്ളികളിൽ ഇപ്പം പ്രസംഗിച്ചിട്ടുണ്ട്. യാക്കോബായ കനാനായ പള്ളിയിൽ ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് അടുത്ത് ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് യാത്ര പോവുക. അപ്പോൾ എൻ്റെ സംഘാടകൻ എന്നോട് പറഞ്ഞിരുന്നു, അച്ഛാ വെള്ള സാരി ഉടുത്ത് ഒരു മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് വഴിയിലൊരു ചേച്ചി നിൽപ്പുണ്ട്, അവിടെ അച്ഛൻ വണ്ടി ചവിട്ടിക്കണമെന്ന് പറഞ്ഞു. ഓ വണ്ടർഫുൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2.5 മണിക്കൂർ ഓടി കഴിഞ്ഞപ്പോൾ ദേ നിൽക്കുന്നു വെള്ള സാരി എടുത്ത്. അപ്പോഴത്തേക്കൊരു മണി 5:30 എനിക്ക് 6 മണിക്ക് കയറേണ്ടതാ. വെള്ള സാരി എടുത്തൊരു ചേച്ചി ഇതേ നിൽക്കുന്നു, ഫോൺ കൈ പിടിച്ചോണ്ട്. പെട്ടെന്ന് വണ്ടി നിർത്തലാന്ന് പറഞ്ഞു. ഞാൻ സാരി ഇറങ്ങി. ഓ പ്രൈസ് ദി ലോർഡ്, എവിടെയാ കൺവെൻഷൻ കോള് എന്നോട് ചോദിച്ചു. കൺവെൻഷൻ കോളോ? എന്നെ ഡ്രസ്സിലാണ് കണ്ടത്. അച്ഛൻ എന്നാ പറ്റി? വഴി കാണിക്കാൻ നിൽക്കുകയല്ലേ. അച്ഛാ ഞാൻ നേഴ്സ്, ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് വരിക. ആണോ? സോറി, വണ്ടി വിട്ടടാന്ന് പറഞ്ഞു. വീണ്ടും ഒരു 25 മിനിറ്റ് കഴിഞ്ഞു ദേ നിൽക്കുന്നു വേറൊരു ചേച്ചി വെള്ള സാരി എടുത്ത് മൊബൈൽ കൈ പിടിച്ചോണ്ട്. ഞാൻ നിർത്തി ഡ്രൈവറോട് പറഞ്ഞു, നീ ചെന്നിട്ട് ചേച്ചി ആശുപത്രിയിൽ നിന്ന് വരികയാണെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാനും കൂടെ ഇറങ്ങി. അപ്പം എന്നെ കണ്ടപ്പം മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ വഴി അറിഞ്ഞാലേ സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. എന്നോട് പറഞ്ഞിരുന്നത് ഐത്തല വഴി കയറിയാൽ മതിയെന്ന് പറഞ്ഞു. ഞാനവിടെ ഐത്തല പള്ളിയിൽ പോയി ഇറങ്ങി. കാരണം ഒരിടത്തും ഒരു അടയാളം കണ്ടില്ല. അച്ഛൻ എന്തോ തിരക്കായി, ഇപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ഐത്തല പള്ളി ചെന്ന് അവിടെ 3-4 ഏട്ടന്മാരിപ്പുണ്ടായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവിൻ്റെ വഴി എന്ത് എന്നറിഞ്ഞാൽ മാത്രമേ അവനെ അനുധാവനം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിനകത്ത് യേശുവിൻ്റെ വഴി, യേശുവിനെയും അറിയണമെന്ന് 53 പ്രാവശ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്.
നമ്മുടെ ഈ കൺവെൻഷൻ്റെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ പ്രസക്തിയും നോയമ്പും കുടുംബജീവിതവും തിരുമേനി പറഞ്ഞതും എല്ലാം കൂടെ സംയോജിപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ചുരുക്കി ഉരുട്ടിയാണ് തരുന്നത്. മക്കളെ, നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. സൈക്കോളജിയിൽ പറയും എവറി ആക്ഷൻ ഹാസ് ആൻ എയിം. ഏത് പ്രവർത്തിക്കും ഒരു ലക്ഷ്യമുണ്ട്. ഞാനൊരു മൈക്ക് കയ്യിൽ പിടിച്ചിരിക്കുന്നു, അതിനൊരു ലക്ഷ്യമുണ്ട്. ഇവർ ക്യാമറ ഫിറ്റ് ചെയ്യുന്നു, അതിനൊരു ലക്ഷ്യമുണ്ട്. കസേര വാങ്ങിയിട്ടിരിക്കുന്നു, ലക്ഷ്യമുണ്ട്. ഒരു വാച്ച് വാങ്ങിക്കുന്ന ലക്ഷ്യമുണ്ട്. വണ്ടി വാങ്ങിക്കുന്ന ലക്ഷ്യമുണ്ട്. നഗ്നത മറയ്ക്കാൻ നമ്മൾ വസ്ത്രം ധരിക്കുന്നു, അതിനൊരു ലക്ഷ്യമുണ്ട്. ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, ഒരു ലക്ഷ്യമുണ്ട്. എന്തിനും ഏതിനും ഒരു ലക്ഷ്യമുണ്ട്. നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം. നമ്മൾ ജനിച്ചവൻ മരിച്ചേ തീരും, മരിച്ചിരിക്കും. പിന്നെ എന്താ നമ്മൾ ജീവിക്കുന്നത്? പറയാവോ? പാട്ടുകാർ എങ്ങനെ പറയുമോ? ഏതായാലും പെങ്ങളെ മരിക്കും. ത്രേസ്യാമ്മ എങ്ങനെയാ? ഏലിയാമ്മ പറഞ്ഞ് അറിയാവോ? നമ്മൾ ഏതായാലും മരിക്കും, പിന്നെ എന്തിനാ ജീവിക്കുന്നത്? നമ്മുടെ പ്രശ്നം ഇതാ. കാര്യങ്ങൾ എന്തിനാ ജീവിക്കുന്നത് അറിഞ്ഞുകൂടാ. ഞാനൊരു ചോദ്യം, നമ്മൾ മരിക്കുമെന്ന് അറിയാം, പിന്നെ എന്തിനാ ജീവിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഒറ്റ അടയിൽ ഉത്തരം പറയുന്നുണ്ടോ? എന്തോ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ എന്നൊരു പാർട്ടി. മക്കളെ, നമ്മുടെ വിശ്വാസം എന്നതാ, നമ്മൾ മരിക്കുമെന്ന് ഉറപ്പാണെങ്കിലും മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ദർ ഈസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അത് സുവിശേഷത്തിൽ അധിഷ്ഠിതമായിരിക്കും, ബിബ്ലിക്കലാണ് നമ്മുടേത്. അതുകൊണ്ട് ഞാൻ ഏത് ചോദ്യം ചോദിച്ചാലും സുവിശേഷം പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പറഞ്ഞത് ഞാനൊന്ന് ഉറപ്പിക്കാൻ പോവുക. യേശുദമ്പുരാനെ കുരിശെ തറച്ചു. കുരിശെ തറച്ചു കഴിഞ്ഞ് രണ്ട് കള്ളന്മാരെ അപ്പുറത്തും ഇപ്പുറത്തും കുരിശെ തറച്ചു. ഒരു കള്ളൻ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, എടാ നീ ദൈവമാണ്, ഇറങ്ങ്, ഞങ്ങളെ കൂടെ ഇറക്കാൻ നോക്ക്. ഏത് വശത്ത് കിടന്ന കള്ളൻ അത് പറഞ്ഞത്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. അയ്യോ, പറയുന്നെങ്കിൽ ഉറക്കെ പറ. നിങ്ങള് ഇതെവിടുന്ന് കിട്ടിയ അറിവാ? കാരണം നമ്മുടെ പ്രശ്നം ഇത് തന്നെ. ആരും ബൈബിള് വായിക്കുകയല്ലോ. ഒന്ന് ഏത് വശത്ത് കിടന്ന കള്ളൻ അത് പറഞ്ഞത് വേദത്തിൽ പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും അറിയത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് കള്ളന്മാരിൽ ഒരുവൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആർക്കും അറിയത്തില്ല ഏത് വശത്ത് കിടന്നതാന്നുള്ളത്. കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞതായിരുന്നാലും മറുവശത്ത് കിടന്നവൻ പറഞ്ഞു, അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം. ആ സെക്കൻഡിൽ തന്നെ ഈശോ അവനോട് മറുപടിയും പറഞ്ഞു, യു ഷാൽ ബി വിത്ത് മീ ടുഡേ ഇറ്റ്സെൽഫ് ഇൻ പാരഡൈസ്. നീ ഇന്ന് തന്നെ എന്നോടുകൂടി പർദീസയിലായിരിക്കും. നാളെ എന്ന് പറഞ്ഞില്ല, ഇന്ന് പർദീസയിലായിരിക്കും. അപ്പൊ ഇവൻ അറിയാം ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്നുള്ളത്. അതാണ് അവൻ പറഞ്ഞത്, അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പം എന്നെ ഓർക്കണം. ഇതിനപ്പുറത്തൊരു ദൈവിക രാജ്യം ഉണ്ടെന്നുള്ള തെളിവായ ബോധ്യവും കാഴ്ചപ്പാടുമാണ് ചിട്ടപ്പെടുത്തി ജീവിക്കാൻ നമ്മളെ ദൈവം പ്രേരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. ആ സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ചിട്ടപ്പെടുത്തി ജീവിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകണം. പ്രകടമായൊരു ദൈവാനുഭവം നമുക്കുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, വരങ്ങൾ, ദാനങ്ങൾ ഇതെല്ലാം അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മരണാനന്തരം ദൈവത്തെ കണ്ടെത്താൻ സാധിക്കൂ. കാരണം ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഈസ് ഓൺലി എ കണ്ടിന്യൂവേഷൻ ഓൺ ദ ലൈഫ് ഓൺ എർത്ത്. ഞാൻ ഈ മുസ്ലിങ്ങളുടെ പള്ളിയിലും അമ്പലങ്ങളിലുമൊക്കെ ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അമ്പലങ്ങളിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പം രാജയോഗം, കർമ്മയോഗം, മഹാഭാരതം, ഭഗവത്ഗീത ഇതൊക്കെയാണ് ഉദ്ധരിക്കുന്നത്, ഭാരതീയ ദർശനം. എന്നിട്ട് ഞാൻ സുവിശേഷം ഉദ്ധരിച്ച് അവരെല്ലാം സുവിശേഷത്തിൻ്റെ കാലിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഭാരതീയ ദർശനത്തിൽ പറയുന്നത് എന്നതാ, അർത്ഥാഗ്രഹേ നിവർത്തന്തേ ശ്മശാന പുത്ര ബാന്ധവ സുഹൃതം ദുഷ്കൃതം ജൈവ ഗച്ഛന്തം അനുഗച്ഛതി. ഭാരതീയ ദർശനത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ പണം, പ്രതാപം, സ്വത്ത്, സമ്പത്ത്, പേര്, പെരുമ, കീർത്തി, പൊന്നാട്, അവാർഡ്, റിവാർഡ്, ഇതിനെല്ലാം അർത്ഥങ്ങൾ എന്ന് പറയാം. അർത്ഥാഗ്രഹേ നിവർത്തന്തേ. ഈ വാരിക്കുറ്റിയതും വെട്ടിപ്പിടിച്ചതും ഉണ്ടാക്കിയതും എല്ലാം ഇന്ന് ഞാനിപ്പം വന്ന വഴിക്ക്, പണ്ട് എന്നെയും കൊണ്ടൊക്കെ ഇങ്ങനെ ധ്യാനത്തിന് പോയിരുന്ന ഒരു മനുഷ്യൻ്റെ ഭാര്യ സൗദിയിൽ നിന്ന് ഇപ്പം വന്നിട്ടുണ്ട്. അത് ഈ വന്ന വഴിക്കാണ്. അപ്പോൾ അവനോടുള്ള ബന്ധം ഓർത്തോണ്ട് പിന്നെ ഞാൻ അവിടെ ഒന്ന് കയറി ഒന്ന് ഹലോ എന്നൊന്ന് പറയാനായിട്ട്. അവൾ വരുന്ന ആഴ്ച പോവുക. അപ്പോൾ അവിടെ കയറി ഇങ്ങനെ ഇരുന്ന വാക്കില്ല, ഞാൻ ന്യൂട്രലിൽ അവിടെ കയ്യെ കിടക്കുന്ന സ്വർണ്ണവളയുടെ ഞാൻ എണ്ണി നോക്കി, 12 എണ്ണം കിടപ്പുണ്ട്. 12 വള കയ്യെ കിടപ്പുണ്ട്. ദൈവം തമ്പുരാനും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതെല്ലാം രീതിയിൽ എങ്ങനെല്ലാം ഉണ്ടാക്കിയാലും ശവമഞ്ചം എടുക്കുമ്പോൾ എല്ലാം വീട്ടിൽ തങ്ങി നിൽക്കും. ഒന്നും ഉണ്ടാക്കി വെക്കാതില്ലെങ്കിൽ സമാധാനത്തോടെ മരിക്കാം. വളയും കമ്മലും പിന്നെ FD ഒക്കെ ഉണ്ടെങ്കിൽ മക്കൾ കിടന്ന് വഴക്കുണ്ടാക്കും. കമ്മൽ എൻ്റേതാണ്, വള എനിക്ക് വേണമായിരുന്നു, FD എൻ്റെ പേരിൽ ഇട്ടിരിക്കുന്നതാണ്.
സ്വൈര്യം തരികയല്ല മക്കള്. ഞാൻ അച്ഛൻ എന്നും കുടുംബപ്രശ്നം കൈകാര്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ബാക്കി വെച്ച് കഴിഞ്ഞാൽ മക്കൾ സ്വൈര്യം തരികയല്ല. ഒന്നുമില്ലാതെ മരിച്ചേക്കാവോ, നമ്മുടെ ശവോടക്കം ഭംഗിയായിട്ട് നടത്തും, ആണ്ടിലൊരിക്കൽ പിന്നെ പ്രാർത്ഥന നടത്തിക്കൊള്ളുകയും ചെയ്യും. അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അർത്ഥാഗ്രഹേ നിവർത്തന്തി, വെട്ടിപ്പിടിച്ചതും സ്വന്തമാക്കിയതെല്ലാം വീട്ടിൽ തങ്ങി നിൽക്കും. ശ്മശാന പുത്ര ബാന്ധവ, പുത്രന്മാരും ബന്ധുക്കളും ശ്മശാനം വരെ വരും. അത് അച്ഛനായാലും കന്യാസ്ത്രീയായാലും അൽമേനിയായാലും തിരുമേനിയായാലും ആരായിരുന്നാലും ശരി, അവിടെ കൊണ്ട് തീർന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ അത് സമ്പാദിച്ചാണ്. സുഹൃതം ദുഷ്കൃതം ജൈവ ഗച്ഛന്തമെന്ന് ഗച്ഛതി. വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, ജീവൻ കൊണ്ട്, ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട്, കഴിവ് കൊണ്ട്, സ്വാധീനം കൊണ്ട്, അറിവ് കൊണ്ട്, അനുഭവം കൊണ്ട്, അധികാരം കൊണ്ട് എന്തെങ്കിലും കണ്ടുമുട്ടുന്നു അവന്, നോ മാറ്റർ വാട്ട് ഈസ്. ജാതി ഏതാകട്ടെ, മതം ഏതാകട്ടെ, മനുഷ്യനാണോ, മനുഷ്യൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിറന്നതാണ്. എന്ത് സഹായം നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും മനസാക്ഷി കൊണ്ടും കഴിവ് കൊണ്ട്, പണം കൊണ്ട്, സ്വാധീനം കൊണ്ട്, അധികാരം കൊണ്ട്, എല്ലാം എന്ത് നന്മ നമുക്ക് ചെയ്യാൻ പറ്റും, അത് മാത്രമേ നമുക്ക് കൊണ്ടുപോകാനുണ്ടാകുള്ളൂ. തെണ്ടിത്തരം തെമ്മാടിത്തരം ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മരണത്തോടെ അത് നിന്റെ കൂടെ വരും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് കർത്താവ് ഈശോ വ്യക്തമായിട്ട് ഈ ഭാരതീയ ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമ്പലത്തിൽ ഞാൻ പറയും, 2000 കൊല്ലം മുമ്പ് നമ്മുടെ കർത്താവ് ഈശോ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം തരും. മരണശേഷം ആരല്ല എന്തെല്ലാം കാണിച്ചാലും അതിന് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചെയ്യുന്നവർക്ക് ഒരേ നന്മ കിട്ടും. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം തരുവുള്ളൂ. മത്തായി 18:3 ഈശോ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സത്യമായിട്ട് നീ എൻ്റെ രാജ്യം കാണുകയില്ല. വ്യക്തമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്. മാനസാന്തരപ്പെട്ട ഒരു ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ സത്യമായും നീ എൻ്റെ രാജ്യം കാണുകയില്ല. ശിശുക്കളുടെ പ്രത്യേകത എന്നതാ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇവിടെ നിഷ്കളങ്കത. ഈ ഞാൻ പലപ്പോഴും ഓർക്കും, ജന്മം കൊടുത്ത പിതാവിനും നൊന്ത് പ്രസവിച്ച അമ്മയ്ക്കും പോലും മക്കളെ വളർത്തുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് പോലും ശിശുക്കളുടെ പ്രത്യേകത അറിയത്തില്ല. അതാണ് പ്രശ്നം. മക്കളെ, ശിശുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ആകുലതയില്ല, ഉത്കണ്ഠയില്ല, വറിയില്ല, ടെൻഷനില്ല, ഫിയറില്ല, യാതൊന്നുമില്ല. ഒന്നിനെക്കുറിച്ച് അവർക്കൊരു വറിയില്ല. അതുകൊണ്ടാണ് ഈശോ സുവിശേഷത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. 365 പ്രാവശ്യമുണ്ട് മക്കളെ. ഇത്രയും വ്യാപകമായിട്ട് പറഞ്ഞിട്ടുള്ള മറ്റൊരാശയമില്ല. അത് യേശു പറഞ്ഞു, ശിശുക്കളെ പോലെ ആകെ. എടാ, ഇപ്പം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന, നഴ്സറി പഠിക്കുന്ന കൊച്ച് പിന്നെ നാളെ എന്നതാ യൂണിഫോം ഇടുന്നത്, കഴിക്കുന്ന എന്നതാ, സ്നാക്സ് എന്നതാ, കൊണ്ടുപോകേണ്ട എന്നതാ, അവൻ പറയുകയില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബാഗ് അങ്ങോട്ട് ഊരിട്ടൊരു ഒറ്റ ഏറ, നിക്കറും ഷഡ്ഡി ഊരി കാലെ കൊണ്ടുവന്നിട്ട് ഒറ്റ ഏറ അപ്പുറത്തെ മരത്തേലിരിക്കും. അമ്മ വേണേ പോയി എടുത്തു. സത്യം വന്നു കണ്ടോ, ഞാൻ സത്യം പറയുള്ളൂ. അപ്പുറത്തെ മരത്തേലിരിക്കും, വേണേ എടുത്തുകൊണ്ട് വന്നതാണ്. അത് പോകാൻ സമയമാകുമ്പോൾ അമ്മ പെട്ടെന്ന് ബെഡിലോട്ട് ആ യൂണിഫോം ഇട്ടൊന്ന് തേച്ച് പെട്ടെന്ന് സ്നാക്സ് ഒക്കെ എടുത്ത് അകത്തോട്ട് വെച്ച്, ഇങ്ങോട്ട് അവിടെ ഇരി എൻ്റെ കൊച്ചെ, ഇങ്ങോട്ട് ചീകട്ടെ, എന്ത് ചെയ്യേ, ഷൂ കാലിങ്ങോട്ട് നീട്ടെ, ഷൂ എന്ത് എടുക്ക കണ്ടോ, കെട്ടിക്കൊണ്ട് ബസ്സൊക്കെ കയറ്റി വിട്ടോളും. ഇത് നിത്യേന നമ്മൾ കാണുന്നത്. അവർക്കൊന്നിനെ കുറിച്ച് പറയില്ല. 4 വയസ്സുള്ള കൊച്ചിനോട്, എടാ നിനക്ക് ബ്ലഡ് ക്യാൻസർ ആകട്ടെ ആണോ കേട്ടോ, അതായിരിക്കും കൊച്ച്. അതിനെക്കുറിച്ച് അറിയില്ല, ആകുലതയില്ല, നാളത്തെ കാര്യത്തെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടാകേണ്ടത്. അതാണ് യോഹന്നാൻ 14:1 പറയുന്നത്. കുറിച്ച് വെച്ചോണം. യോഹന്നാൻ 14:1, നിങ്ങൾ ഈ ലോകത്തിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്, എന്നെ വിശ്വസിക്ക്, എൻ്റെ പിതാവിലും വിശ്വസിക്ക്. അപ്പം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തില്ല പറഞ്ഞേ? ഇല്ല. കൊറോണ വരട്ടെ, കോവിഡ് വരട്ടെ, മൈക്രോഫോൺ വരട്ടെ, അവൻ്റെ അപ്പൻ വരട്ടെ, വാട്ട് ഡസ് ഇറ്റ് മാറ്റർ ഫോർ യു? അവൻ നോക്കിയാലേ കാര്യം നടക്കുകയുള്ളൂ. ആരെവിടെ വന്നാലെന്നെ. ഇന്ന് കിടക്കാൻ നേരത്തെ ചങ്കയിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് 3 പ്രാവശ്യം പറയണം, എൻ്റെ തമ്പുരാൻ അറിയാതെയും അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ തമ്പുരാൻ അറിയാതെയും അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറ, എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം കൊണ്ട് പറയണം, എൻ്റെ തമ്പുരാൻ അറിയാതെയും അനുവദിക്കാതെയും എൻ്റെയോ എൻ്റെ പങ്കാളിയുടെയോ മക്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അതുകൂടെ പറഞ്ഞുതരാം. അതങ്ങ് കാണാതെ പഠിച്ചോണം. അതുപോലെ തന്നെ അപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ മരണാനന്തരം സ്വർഗം പ്രാപിക്കാൻ തക്കവണ്ണം ഒരു ജീവിതത്തെ വ്യവസ്ഥപ്പെടുത്തണം. ഈ മാനസാന്തര കാലഘട്ടം എന്ന് പറയുന്നത് തിരുമേനി പറഞ്ഞു വെച്ചല്ലോ, ഈ 50 ദിവസം അതിനുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജീവിതത്തിൽ യേശുവിൻ്റെ പിറവി മുതൽ പിന്നെ ഈ ഉത്ഥാനം വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ് യേശുവിൻ്റെ പിറവിയും പിന്നെ ഈശോയുടെ ഉത്ഥാനം, മരണത്തെ അതിജീവിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരും. അതുകൊണ്ടാണ് 50 ദിവസം പിന്നെ നമ്മൾ ഒരുങ്ങുന്നത്. നമ്മളിൽ പലർക്കും ഉപവസിക്കുക അല്ലെങ്കിൽ പിന്നെ നോയമ്പ് നോക്കുക എന്ന് പറയുന്നത് അർത്ഥം അറിയത്തില്ല.
ഈ മുട്ടയിറച്ചി മീനും കൂട്ടാതിരിക്കുന്നതോ അല്ലെ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ അല്ല സാക്ഷാൽ ഉപവാസം. നിങ്ങൾ ഐസ്യാസ് പ്രവാചകന്റെ പൊത്ത കൊടുത്തൊന്ന് വാങ്ങിച്ചു നോക്കണം. അവിടെ ക്ലിയർ ആയിട്ട് ഐസ്യാസ് പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ മത്സ്യമാംസം കൂടാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു അല്ലെ ഒരു നേരം ഭക്ഷണം എടുക്കുന്നു, ഇതിനെയാണോ നിങ്ങൾ ഉപവാസം എന്ന് വിളിക്കുന്നത്? സാക്ഷാൽ ഉപവാസം എന്ന് പറയുന്നത് വേദനിക്കുന്നവന്റെ വേദന കാണുക, ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, ഉടുക്കാത്ത തുണിയില്ലാത്തവന് ഉടുക്കാൻ കൊടുക്കുക, ഭക്ഷിക്കാവുന്ന ഭക്ഷണം കൊടുക്കുക, വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കുക, ഉണ്ടാക്കുന്നതിന് ഒരു ഓഹരി മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതല്ലേ സാക്ഷാൽ ഉപവാസം എന്ന് അവൻ ഐസ്യാസ് പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ നോയമ്പിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ളതാണ്. ചില തീരുമാനങ്ങളെങ്കിലും എടുക്കാമെന്ന് നോക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരുടെയും നന്മ പറഞ്ഞില്ലെങ്കിലും മക്കളെ ഈ നോയമ്പ് ഒരു തീരുമാനം എടുക്കാവോ? ഞാൻ ആരുടെയും തിന്മ പറയുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു തീരുമാനം ഒന്ന് എടുത്തു നോക്കിക്കേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്നമ്മയുടെ കുട്ടൻ ചിന്നമ്മ പൊന്നമ്മോട് പറഞ്ഞു, ഒരു മാനസാന്തരങ്ങളും ഉണ്ടാകട്ടെ. അന്നമ്മയുടെ കുട്ടൻ ചിന്നമ്മ പൊന്നമ്മോട് പറഞ്ഞു, കേട്ട പൊന്നമ്മയ്ക്ക് വല്ല ഗുണം ഉണ്ടായോ? പറഞ്ഞേ, അന്നമ്മയ്ക്ക് വല്ല ഗുണം ഉണ്ടായോ? ചിന്നമ്മയാ പറഞ്ഞു, അവർക്ക് വല്ല ഗുണം ഉണ്ടായോ? എന്നാൽ പിന്നെ ഈ ഡാഷ് പരിപാടി നിർത്താൻ പറ്റില്ലെന്ന് എൻ്റെ ചോദ്യം. ആർക്കും നന്മയില്ല മക്കളെ. തമ്പുരാൻ നാവ് തന്നിരിക്കുന്നത് നന്മ പറയാനാണ്. വേദനിക്കുന്ന മനുഷ്യർക്ക് സമയത്തും അസമയത്തും ദൈവത്തിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് ആശ്വാസം കൊടുക്കാനാണ് നാവ് എന്ന് പറയുന്നത്. കണ്ണ് മനുഷ്യന്റെ നന്മ കാണാനാണ്, തിന്മ കാണാനല്ല. ചെവി നല്ലത് കേൾക്കാനാണ്, വേണ്ടാത്ത കേൾക്കാനല്ല. തലച്ചോറെന്ന് പറയുന്നത് ദൈവിക നന്മ ചിന്തിക്കാനാണ്. കാല് ദേവാലയത്തിലേക്ക് നടന്നു നീങ്ങാനാണ്, കള്ള് ഷാപ്പിൽ പോകാനും വേശ്യാലയത്തിൽ പോകാനും അല്ല. അഷ്ടലക്ഷണങ്ങൾ. അപ്പം തലച്ചോറ്, കണ്ണ്, ചെവിയ്, നാവ്, കയ്യ്, ഹൃദയം, കാല്, ലൈംഗിക അവയം, ഇതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. ഒരു വ്യക്തിയുടെ കുറ്റം നമ്മൾ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞാൽ നമുക്ക് എന്നാ സംഭവിക്കുന്നു പറയാമോ? ഉള്ള സത്യമാണ്. ഒരു വ്യക്തിയുടെ കുറ്റം മറ്റൊരു വ്യക്തിയോട് നമ്മൾ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ദൈവത്തെ ഓർത്ത് സുവിശേഷം ഒന്ന് വായിക്കാൻ തുടങ്ങണം. പഴയ നിയമം വേണ്ട, ലേഖനവും വേണ്ട, സുവിശേഷം പരിചയമുള്ളോ ഞാൻ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറഞ്ഞിരിക്കും അന്നേരം തന്നെ. ഒരാളുടെ കുറ്റം നമ്മൾ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞാൽ നമുക്ക് എന്നാ സംഭവിക്കുന്നത്? ഇതാ പ്രശ്നം. നമ്മൾക്ക് അതിന്റെ പരിണത ഫലം അറിയാത്തില്ലാത്തത് കൊണ്ടല്ലേ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ യേശു തമ്പുരാൻ പറയുന്നത്, ഈ ചെറിയവരിൽ പോലും ആരുടെയെങ്കിലും കുറ്റം നീ ആരോടെങ്കിലും പറഞ്ഞാൽ, നീ ആരുടെ കുറ്റമാണോ പറഞ്ഞത് അവന്റെ കാവൽ ദൂതൻ എന്റെ സ്വർഗ്ഗസ്വനായ പിതാവിന്റെ അടുത്ത് അന്നേരം റിപ്പോർട്ട് ചെയ്യും. ഇത് ചിലരുടെ കാര്യമെന്ന് വിചാരിച്ചിരിക്കുന്നത്. മക്കളെ, കുഞ്ഞു കളിക്കരുത്. ഈ ചെറിയവരിൽ പോലും നിങ്ങൾ ആരെങ്കിലും താത്തിക്കെട്ടി നിന്നിച്ചോ സംസാരിച്ചാൽ അവന്റെ ദൂതൻ എന്റെ സ്വർഗ്ഗസ്വനായ പിതാവിന്റെ അടുത്ത് അന്നേരം റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ നാക്ക് കൊണ്ട്, വാക്ക് കൊണ്ട്, ജീവൻ കൊണ്ട്, ജീവിതം കൊണ്ട് എന്തുമാത്രം പേര് വേദനിച്ചിട്ടുണ്ട്. നമ്മുടെ വേണ്ടാത്ത സംസാരം കൊണ്ട് എത്രയോ പേരുടെ പേര് പോയിട്ടുണ്ട്. എത്രയോ പേർക്ക് എന്തെല്ലാം നട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട്, ഉറങ്ങാത്ത രാത്രികളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അമ്പുകൾ കൊണ്ടുള്ള വ്രണം കാലത്താൽ നികന്നിടും, കൊമ്പുകൾ കണ്ടിച്ചാലും പാദപം കിളിർത്തിടും, കാട്ടുതീ വെന്താൽ വനം പിന്നെയും തളിർത്തിടും, കേട്ടുകൂടാത്ത വാക്കാമായുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകമ്പൊക്കെ പുണ്ണായാൽ അത് പിന്നെ പൂർണ്ണമായി ശമിക്കിൽ, ഒട്ടുനാൾ കഴിഞ്ഞാലും. മറക്കരുത്, അമ്പുകൾ കൊണ്ടുള്ള വ്രണം കാലത്താൽ നികന്നിടും, കൊമ്പുകൾ കണ്ടിച്ചാലും പാദപം കിളിർത്തിടും, കാട്ടുതീ വെന്താൽ വനം പിന്നെയും തളിർത്തിടും. പക്ഷെ കേട്ടുകൂടാത്ത വാക്കാമായുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകമ്പൊക്കെ പുണ്ണായാൽ അത് പിന്നെ പൂർണ്ണമായി ശമിക്കിൽ, ഒട്ടുനാൾ കഴിഞ്ഞാലും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആലോചിക്കുകയും, നിന്റെ സംസാരം കൊണ്ട് എന്തുമാത്രം കുറ്റങ്ങൾ, ആരുടെ എല്ലാം കുറ്റം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമേ, യേശു തമ്പുരാനെ, നീ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സ്വർഗ്ഗസ്വനായ പിതാവിന്റെ മേശപ്പുറത്ത് ചുമന്ന നാട് കെട്ടി എത്രയോ ഫയലുകൾ ഇരിപ്പുണ്ട്. ഞാൻ ആരുടെ എല്ലാം കുറ്റം പറഞ്ഞു? നീയല്ലേ പറഞ്ഞത്, മറ്റാരുമല്ലല്ലോ പറഞ്ഞത്. പിതാവിന്റെ അവിടുത്തെ റിപ്പോർട്ട് ചെയ്യുമെന്ന് മറ്റാരും അല്ലല്ലോ പറഞ്ഞത്, നീ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ആരുടെ എല്ലാം കുറ്റം എന്തെല്ലാം പറയും. മെത്രാന്റെയും അച്ഛൻ്റെയും കന്യാസ്ത്രീയുടെയും കണ്ടവരുടെ ഒക്കെ ഞാൻ ഏതെല്ലാം ഒരു നന്മയും ഇല്ലാതെ അവരുടെ എല്ലാം ദൂതന്മാർ ഫയൽ ചെയ്ത കേസ് സ്വർഗ്ഗസ്വനായ പിതാവിന്റെ മേശപ്പുറത്ത് ഇരിക്കുകയല്ലേ. ഈ കേസുകൾ മുഴുവനും തീർക്കാതെ, ചുമന്ന നാട് കെട്ടിയ ഫയലുകൾ പിതാവിന്റെ മെമ്പർ ഇരിക്കുന്നത് തീർക്കാതെ എങ്ങനെ മരിക്കും? How on earth can you die? And life after death is only after death. Life after death is continuation on life on earth here. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിന്റെ തുടർച്ചയാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവുമാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും നല്ല കുടുംബജീവിതം കാഴ്ചവെച്ചത് യൗസേപ്പ് പിതാവും മാതാവും ഈശോയുമാണ്. ഞാൻ അതിലേക്കൊന്ന് കടന്നു വരാൻ കാരണം നിങ്ങൾക്കറിയാമായിരിക്കും, ഇന്ന് യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളാണ്. ഇന്ന് എൻ്റെയും തിരുനാളാണ്. ഞാൻ ജോസഫ് പേര് ധാരണക്കാരനാണ്, ജോസ് സുരേഷ് എന്ന. അപ്പോൾ യൗസേപ്പിൻ്റെ നാമമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളാണ് മാർച്ച് 19 എന്ന് പറയുന്നത്.
അപ്പം ഞാൻ കുടുംബിതക്കാരാ, നിങ്ങളെല്ലാം കുടുംബിതക്കാരാ. ഞാൻ യോസേപ്പ് പിതാവിനെയും മാതാവിനെയും ഒന്ന് നിങ്ങളുടെ ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവരിക. നിങ്ങൾ എവിടെ നിൽക്കുന്നത് കണ്ടോണം, നോക്കണം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ ദൈവദൂതൻ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് മേരിയോട് പറഞ്ഞു, മേരി എന്താണാവോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വരിക. അയ്യോ, നല്ല കാര്യമാണല്ലോ, എൻ്റെ പേര് ഗബ്രിയേൽ. ഓ, നല്ല സുന്ദരം പേരാണല്ലോ. ഞാൻ മേരി ഒരു കാര്യം അറിയിക്കാൻ വന്നതായിരുന്നു. എന്തായിരിക്കും ഗബ്രിയേൽ അങ്ങളെ? നീ ഒരു പുത്രനെ ഗർഭം ധരിച്ച് അവനെ പ്രസവിച്ച് ഈശോ എന്ന് പേര് കൊടുക്കണം. അയ്യോ, ഗബ്രിയേലിന് സ്വർഗത്തിലെ കാര്യമല്ലേ അറിയത്തുള്ളൂ. ഞങ്ങളുടെ ഇവിടെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, അങ്ങനെയൊന്നും ഗർഭം ധരിക്കാൻ പറ്റില്ല. അതെന്നാ മേരി നീ അങ്ങനെ പറയുന്നത്? അയ്യോ ഗബ്രിയേലേ, സ്വർഗത്തിൽ ചെന്ന് എല്ലാവരോടും പറയണം, പത്രോസിനോട് എല്ലാം പറയണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ യഹൂദന്മാരാ. ഞാൻ യൗസേപ്പിച്ചാനുമായിട്ട് ഞാൻ വിവാഹ വാഗ്ദാനം കഴിഞ്ഞിരിക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ നിയമം അനുസരിച്ച് വിവാഹ വാഗ്ദാനം കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞ് കല്യാണം നടക്കുകയുള്ളൂ. ആ 1 കൊല്ലത്തേക്ക് ആ ചെറുക്കൻ ഞങ്ങളുടെ ചാരിത്രശുദ്ധി, സംസാരം, പെരുമാറ്റം, സ്വഭാവം എല്ലാം ഇങ്ങനെ വാച്ച് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ വിവാഹ വാഗ്ദാനം കഴിഞ്ഞാൽ പിന്നെ 1 കൊല്ലത്തേക്ക് വിറയലോടെ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. വല്ല മിസ്റ്റേക്കുമ്പോൾ അവൻ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ഒരു ചെറുക്കനും ഞങ്ങൾ കെട്ടുകയില്ല. ഞാൻ ഔസേപ്പച്ചാനുമായിട്ട് വിവാഹ വാഗ്ദാനം കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് പൊന്നു തമ്പുരാനെ, ദൈവത്തെ ഓർത്ത് എന്നെ ഇതിൽ രക്ഷിക്കണം. വല്ലതും സംഭവിച്ചാൽ എറിഞ്ഞു കൊല്ലാനാ നിയമമൊക്കെ. മേരി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സ്വർഗത്തിലെ പോലെ അല്ലെന്നൊക്കെ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. മേരി ഒരു സ്ത്രീയുടെ ആ എളിയ ചാവല്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ പറയുന്നത് അതെനിക്ക് മനസ്സിലായി. ഞാൻ മേരിയോടൊരു കാര്യം ചോദിക്കട്ടെ? അയ്യോ, ചോദിച്ചാട്ടെ. പിതാവായ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കും വഴങ്ങാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും. പക്ഷെ എങ്ങനെയാണ് ഞാൻ ഗർഭം ധരിക്കുന്നത്? ഞാൻ യോസേപ്പിനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിച്ചുകൊള്ളും. The spirit of God will descend upon you and work it out. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. മനുഷ്യനും ലോകത്തിനും അസാധ്യമെന്ന് തോന്നുന്നത് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തനമാക്കിക്കൊള്ളും. അത് വേണം ആദ്യം മനസ്സിലാക്കിയിരിക്കാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ 6:65 പറയുന്ന കൊട്ടേഷൻസ് ഓർത്തിരുന്ന തിരക്കേടില്ല. യോഹന്നാൻ 6:65 യേശു തമ്പുരാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശത്രുക്കളെ സ്നേഹിക്കണം, തിന്മയെന്നവർക്ക് നന്മ ചെയ്യണം, ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കണം, പാര വെക്കുന്നവരെ അനുഗ്രഹിക്കണം, തള്ളിപ്പറയുന്നതിനെ സഹായിക്കണം, നിന്നെ ഉപദ്രവിച്ചവനെ പോയി സഹായിക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ ശ്രമിച്ചിരുന്നവർ പറഞ്ഞു, ഇവനെ നോർമൽ അല്ലെന്ന് തോന്നുന്നു. ഇവനായി പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കണം, പാര വെച്ചവനെ അനുഗ്രഹിക്കണം, നമ്മളെ ദ്രോഹിച്ചവർക്ക് പോയി സഹായം ചെയ്യണം. സംതിങ് റോങ് വിത്ത് ഇവൻ, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, പാടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവന്മാർ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരും പത്രോസും കൂടി ഇങ്ങനെ നിന്നു. ഈശോ വന്നിച്ച്, ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? നിങ്ങൾക്കും പോകാനാണോ താല്പര്യം? ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ കൊണ്ടാണ് പത്രോസ് മറുപടി കൊടുത്തത്. ഒരു ചോദ്യം കൊണ്ടാണ് മറുപടി കൊടുത്തത്. ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? വാട്ട് ഡസ്, അതിന്റെ അർത്ഥം എന്നത്? എൻ്റെ കർത്താവ്, നീ അല്ലാതെ എന്നതാ ഉള്ളത്? നിന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോകാൻ? എവിടം വരെ പോകും ഞങ്ങൾ? അതുകൊണ്ട് നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്നേരം ഈശോ ഒരു മറുപടി പറഞ്ഞു. 6:65 എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും കൃപ ലഭിച്ചവനല്ലാതെ ആരും എൻ്റെ അടുത്തേക്ക് പോലും വരില്ല. മക്കളെ, യോഹന്നാൻ 6:65 പോയി അണ്ടർലൈൻ ചെയ്യണം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും കൃപ ലഭിച്ചവനല്ലാതെ ആരും എൻ്റെ അടുക്കലോട്ട് പോലും വരില്ല. കൃപ ലഭിച്ചവരാണ് ഇരിക്കുന്നവരൊക്കെ. പാട്ടൊക്കെ പാടാൻ എളുപ്പമുണ്ട്, രാഗവും താളവും ഒക്കെ ഒപ്പിച്ച് പാടാം, യാതൊരു സംശയവും ഇല്ല. പ്രസംഗിക്കാൻ എളുപ്പമുണ്ട്, പക്ഷേ മറ്റേതത്ര എളുപ്പമല്ല. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും കൃപ ലഭിച്ചവനല്ലാതെ ആരും എൻ്റെ അടുത്തോട്ട് വരില്ല. അത് അച്ഛനായാലും മെത്രാനായാലും കത്തനാരായാലും പുരുഷനായാലും സ്ത്രീ ആരായാലും ശരി. ഞാൻ പിതാവിൽ നിന്നും പ്രത്യേകം കൃപ ലഭിച്ച ഒരു വ്യക്തിയാണോ? കൃപ ലഭിച്ചവനാണെങ്കിൽ ഒരൊറ്റ മനുഷ്യന്റെ തിന്മ മണ്ടുകയില്ല. ആരെങ്കിലും ആരുടെയും കുറ്റം പറഞ്ഞ ഷടപ്പ്, നീ എന്നാണ് പറഞ്ഞത്? നീ എന്തറിഞ്ഞ ആ മനുഷ്യനെ കുറിച്ച് കുറ്റം പറയുന്നത്? നിനക്ക് വേറെ തൊഴിലൊന്നുമില്ല, സാധു മനുഷ്യൻ, എനിക്കറിയാം, അങ്ങനെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. അതാണ് ചെയ്യേണ്ടത്. അത് പരിശുദ്ധാത്മാവിന് പ്രാപിക്കേണ്ട ധർമ്മമാണ്. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം എന്നതാ? ബോധമണ്ഡലത്തിൽ അചഞ്ചല സത്യമായി അറിയപ്പെടുന്ന യാഥാർത്ഥ്യം എന്തോ അതിനെ പ്രവൃത്തി ചിട്ടപ്പെടുത്തുമ്പോൾ അതിനെ ധർമ്മം എന്ന് വിളിക്കാം. ബോധമണ്ഡലത്തിൽ അചഞ്ചല സത്യമായി അറിയപ്പെടുന്ന യാഥാർത്ഥ്യം എന്തോ അതിനെ പ്രവൃത്തി ചിട്ടപ്പെടുത്തുമ്പോൾ അതിനെ ധർമ്മം എന്ന് വിളിക്കാം. മാനുഷിക ധർമ്മം, പൈതൃക ധർമ്മം, ക്രൈസ്തവ ധർമ്മം, പിതൃധർമ്മം, ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം. ആദ്യം ബുദ്ധിയിൽ ബോധ്യപ്പെടണം. ബുദ്ധിയിൽ ബോധ്യപ്പെട്ടതിനെ പ്രവൃത്തി ചിട്ടപ്പെടുത്തുമ്പോഴാണ് ധർമ്മം ഉദിക്കുന്നത്. പക്ഷെ ബുദ്ധിയിൽ ബോധ്യപ്പെടാതെ എങ്ങനെ പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് അതാദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ബോധമണ്ഡലത്തിലേക്ക് ബോധ്യപ്പെട്ടാലേ പ്രവൃത്തി ചിട്ടപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോഴങ്ങനെ പിന്നെ ഗബ്രിയേൽ വന്ന് പറഞ്ഞു, അന്നേരം പരിശുദ്ധാത്മാവിൽ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. ഉടനെ മേരി ഒരു മറുപടി കൊടുത്തു,
ശിഷ്യത്തെയകം സ്വാതിമാന്തം പ്രപന്നം. നിന്റെ ദാസി ഇതാ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ദാസി? ദാസി എന്ന് പറഞ്ഞാൽ ദാസിക്ക് വാ വിളിക്കാൻ അവകാശമില്ല, പറയുന്നതെന്ന് ചെയ്തേച്ചാൽ മതി. നിന്റെ സഹോദരൻ ഇതാ, സഹോദരി ഇതാ, വേലക്കാരി എന്നല്ല പറഞ്ഞു. നിന്റെ ദാസി ഇതാ മേരി പറഞ്ഞ വാക്കാ. അതാണ് തിരുക്കുടുംബത്തിലെ അമ്മ, തിരുക്കുടുംബത്തിലെ ഭാര്യ. ഇന്നതൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം. നിന്റെ ദാസി തുണി അലക്കും, അത് തുടയ്ക്ക്, പാത്രം കഴുകുക, വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോ, കഞ്ഞിയും കറി ഉണ്ടാക്കുക, മുറ്റമടിക്ക് അടിക്ക്. നോ എന്ന് പറയുന്ന പ്രശ്നമില്ല. നിന്റെ ദാസി ഇതാ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ശിഷ്യത്തെയകം സ്വാതിമാന്തം പ്രപന്നം. അവിടുത്തെ ഹിതം, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് മേരി പറഞ്ഞത്. തിരുക്കുടുംബമാണ് കുടുംബജീവിതക്കാരുടെ ഏറ്റവും വലിയ മാതൃക. മക്കളെ, അത് കഴിഞ്ഞിട്ട് മേരി കടന്നുപോയത് എന്നതാ? മണിക്കൂറുകൾ, 4-5 മണിക്കൂറുണ്ട് പറയായിരുന്നു. കണ്ണുനീരിൽ ചാലിച്ചൊരു ജീവിതമല്ലേ മേരി കൊണ്ടുപോയത്. ഗബ്രിയേലിന്റെ ഇതനുസരിച്ച് മേരി ഗർഭിണിയായി. ദൈവം തമ്പുരാനെ, ഭൂലോകത്തില് കടന്ന് പ്രസവിക്കാൻ 6 അടി മണ്ണ് കിട്ടാതെ പോയ ഒരൊറ്റ സ്ത്രീ ഈ ലോകത്തിലില്ല. ഒറ്റ സ്ത്രീ, പരിശുദ്ധ കന്യ മറിയം. ഞാൻ അച്ഛൻ്റെ മുറിയിൽ അവിടെ ഇരുന്നപ്പോൾ അവിടുന്ന് മാതാവ് രൂപത്തിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ അമ്മ, ഞാൻ നിന്നെക്കുറിച്ച് 2 വാക്ക് പറയാൻ പോവുക. പറയാനുള്ള അർഹത എനിക്കില്ല. കൊച്ചു കാര്യങ്ങൾക്കൊക്കെ പരാതിയല്ല. നീ കടന്നുപോയ വഴി ഞാൻ ആ മാതാവിൻ്റെ രൂപത്തിൽ കുറേ നേരം അവിടെ നോക്കിയിരുന്നു. അച്ഛൻ്റെ മുറിയിൽ ഒരു മാതാവിൻ്റെ രൂപ ഇരിപ്പുണ്ട്, ഒരു കലണ്ടർ ഇരിപ്പുണ്ട് മാതാവിൻ്റെത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയോ വീടുകൾ കടന്നിട്ട് നോക്കി. മണലാരണ്യത്തോടെ ചെരുപ്പിടാതെ യൗസേപ്പ് പിതാവ് ഒരു കഴുതക്കാരൻ കയ്യിൽ പിടിച്ചോണ്ട് തൻ്റെ ഭാര്യയെ നടത്തി ബുദ്ധിമുട്ടിപ്പിക്കാതെ കഴുതപ്പുറത്തിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് മേരി യൗസേപ്പ് പറഞ്ഞു, മേരി, നിനക്കൊരു നല്ല വീട് ഉണ്ടാക്കാൻ അച്ചായന് പറ്റിയില്ല. നല്ലൊരു ഡ്രസ്സില്ല, പാത്രമില്ല, ആഭരണമില്ല, ഒന്നുമില്ല. അച്ചായ, എനിക്കതിനകത്ത് സങ്കടവും പരാതിയില്ലല്ലോ. അതായിരുന്നു നമ്മളുടെ മറുപടി. എനിക്കിതിനകത്ത് അച്ചായൻ്റെ ആ സ്നേഹവും വാത്സല്യവും. എന്നെ ഈ കഴുതപ്പുറത്തിരുത്തിയിട്ട് അച്ചായൻ ഈ മണലിൽ കൂടെ നടക്കുകയല്ലേ, അതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ടത്? എനിക്കതിനകത്ത് സങ്കടമില്ല അച്ചായ, എല്ലാം ദൈവഹിതമല്ലേ. അതായിരുന്നു മേരി. അവസാനം പലയിടത്തും മുട്ടി നോക്കി, ആരും കൊടുത്തില്ല. അവസാനം യോസേപ്പ് പറഞ്ഞു, എന്നാൽ എടി, നീ പ്രസവത്തിന് സമയം എനിക്ക് നോവ് വേദനയും തുടങ്ങി, നമുക്ക് വഴിയമ്പലത്തിൽ കയറാം. അതാകുമ്പോൾ ആരും ഒന്നും പറയുകയല്ലോ, കണ്ടവർക്കും തോന്നിയവർക്കും ഉള്ളതല്ലേ. വഴിയമ്പലത്തിൽ ചെന്നു ഓക്കെയാണ്. എവിടെങ്കിലും വീർപ്പിച്ച വയറുമായിട്ട് വന്നിരിക്കുക. ഒരു അവഹേളനം ആലോചിച്ചേക്ക്. ഒരു ദാസി അനുഭവിച്ചത്. അവസാനം പ്രസവിക്കാൻ സമയമായിപ്പോയി. അവസാനം യോസേപ്പ് പിതാവ് പറഞ്ഞു, മോളെ, മുത്തെ, നമുക്ക് പശുക്കുട്ടി പോയി കിടന്ന് പ്രസവിക്കാം. ആയിക്കോട്ടെ ചായ. കുടുംബക്കാരാണോ നിങ്ങൾ? ചിന്തിക്കത്തൊക്കെ. തൊട്ടതിനും പിടിച്ചതിനും പരാതിയില്ലാത്ത ഒരു ദിവസം ഉണ്ടോ നിങ്ങൾക്ക്? പശുക്കുട്ടി പോയി കിടന്ന് പ്രസവിച്ചു. പശുവിൻ്റെ മൂത്രത്തിൻ്റെ ചാണകത്തിൻ്റെ നാറ്റം അനുഭവിച്ചുണ്ട്. അവിടെ കിടന്ന് പ്രസവിച്ചു. എന്നിട്ട് അവിടെ കിടന്നാൽ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? ശുശ്രൂഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കുളിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇതാണ്ട് ഒരുത്തൻ്റെ കൽപ്പനയും കൂടെ വന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയാൻ. ദൈവമേ, ആരും അറിയാതെ പള്ളയ്ക്കകത്ത് ഈ കൈക്കുഞ്ഞിനെ വെള്ളച്ചൊരു കഴിഞ്ഞുകൂടി കാലഘട്ടം എന്ന് ഓർത്ത് നോക്കാം. നമുക്കാരും ചിന്തിച്ചാൽ മനസ്സിൽ കിട്ടത്തില്ല. മേരി കടന്നുപോയി വഴികൾ കിട്ടത്തില്ല. അങ്ങനെയാ അതിനെ വളർത്തിയെടുത്തത്. അങ്ങനെ വളർത്തിയെടുത്തിട്ട് പിന്നെ 12ാമത്തെ വയസ്സിൽ കൊച്ചിനെ കാണാതെ പോവുക. ഒന്ന് അനുഭവിച്ച് വേദന ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ കട്ടപ്പന ആയിരുന്ന കാലത്ത് അവിടുത്തെ ബാങ്ക് SBT മാനേജറായിരുന്ന മാനേജറുടെ ഭാര്യ സിസിലി അമ്മ എന്നും പള്ളിയിൽ വരും. ഒരു മകനേ ഉള്ളൂ. ആശ്രമത്തിൽ വന്നിരിക്കുമായിരുന്നപ്പോഴും, ഞങ്ങളുടെ തൊട്ടടുത്ത കെട്ടിടത്തിലാണ് താമസിക്കുന്നത്, അവിടെ വന്നിരിക്കുമായിരുന്നപ്പോഴും. എന്നിട്ട് പിന്നെ ആ മകനെ ഒരു ദിവസം അവൻ പുറപ്പെട്ടു പോയി എവിടെയോ. ദൈവമേ, ആ അമ്മയുടെ ദുഃഖം ഞാൻ ഓർക്കുകയായിരുന്നു. 51 വീടുകൾ തെണ്ടി പിച്ച നേടി നേർച്ച നേർന്നിരിക്കുക. എൻ്റെ മുറിയുടെ വാതിക്കൽ ആദ്യം വന്നത്. കണ്ണുനീരോടുകൂടി ഞാനൊരല്പം പൈസ പത്രത്തിൽ വെച്ചു കൊടുത്തു. അതിന് വലിപ്പത്തിലൊന്നും കാര്യമൊന്നുമില്ല. എന്നിട്ട് ഞങ്ങളുടെ മൂവാറ്റുപുഴയുടെ ആശ്രമത്തിൽ നിന്നും ചെമ്മാച്ചന്മാർ ഈ ഞങ്ങളുടെ കട്ടപ്പന ആശ്രമത്തിൽ കുറേ പേര് ഒരു മാസത്തേക്ക് താമസിക്കാൻ വന്നു. 10-20 പേരുണ്ട്, ഉടുപ്പിട്ടവരാ. എൻ്റെ ദൈവമേ, ഞാൻ കുർബാനയും കഴിഞ്ഞ് ഈ ചെമ്മാച്ചന്മാർ ഇറങ്ങിപ്പോയപ്പം ഈ ചേച്ചി വന്ന് കരഞ്ഞോണ്ട് എന്നോട് ചോദിക്കുക, അച്ഛാ, എൻ്റെ മോൻ ആ ചെമ്മാച്ചന്മാരുടെ കൂട്ടത്തിലെങ്ങാനും ഉണ്ടോ അച്ഛാ? എന്നതാ മറുപടി പറയുന്നത്. ഒരു മകൻ കാണാതെ പോയാലത്തെ വിഷമം 10 മക്കളുള്ളവർക്ക് പോലും മക്കളില്ലാത്തവർക്കും മനസ്സിലാകുകയില്ല. എക്സ്പീരിയൻസ് ഈസ് ടു ബി എക്സ്പീരിയൻസ്. പ്രസവവേദന ആരോടും പറഞ്ഞാൽ മനസ്സിലാകില്ല. സ്നേഹിക്കുന്ന ഒരു അമ്മ മരിച്ചാലുണ്ടാകുന്ന വേർപാടിൻ്റെ വേദന മനസ്സിലാകുകയില്ല. ഒരു മകനെ മറ്റൊരാൾ കുത്തിക്കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന അമ്മയുടെ വേദന മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അത് ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതാണ് മേരി അനുഭവിച്ച ആ വേദന എന്ന് പറയുന്നത്. അങ്ങനെയാണ് അങ്ങോട്ട് കടന്നുപോയത്. കടന്നുപോയി. അങ്ങനെ യോസേപ്പ് പിതാവും മാതാവും കൂടെ 3 ദിവസം പുറകോട്ട് പോയി. അതാണ് മാനസാന്തരത്തിൻ്റെ പ്രത്യേകത. ഒരു ദിവസം യേശു ഇല്ലാതെ കടന്നുപോയ വഴി തിരിച്ച് ചെല്ലാൻ 3 ഇരട്ടി സമയമെടുത്തു. എപ്പോഴും ഓർത്തോണം, നോയമ്പും കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ തിരുത്തേണ്ടവർ തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ലെങ്കിൽ 3 ഇരട്ടി സമയമെടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ 50 നോയമ്പ് വെച്ചിരിക്കുന്നത്.
50 നോയമ്പ്. എബ്രായ ഭാഷയിലെ മെത്തനോയ എന്ന വാക്ക് അതിന് ഉപയോഗിക്കുന്നത്, മാനസാന്തരം. അത് തന്നെയാണ്. അതുകൊണ്ട് ഈ മെത്തനോയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വേണ്ടത് തിരിച്ചു വരിക, തിരിച്ച് നേരെ കടകവിരുദ്ധമായിട്ട് തിരിയുക. യേശുവിന്റെ വഴി ഒരുക്കാൻ വന്നിരുന്ന യോഹന്നാനും യേശു തന്നെയും അപ്പസ്തോലന്മാരും ഇത് തന്നെ പ്രസംഗിച്ചു. തിരിച്ചു യേശു പ്രസംഗിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ, അങ്ങനെ വരെ കടത്തി സംസാരിച്ചു. അപ്പം വഴിയൊരുക്കാൻ വന്നവനും വഴിയെ വന്നവനും സംസാരിച്ചല്ല ഈ മാനസാന്തരമാണ്. അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അങ്ങനെ യോസേഫ് പിതാവും മേരിയും കൂടെ അന്വേഷിച്ചു പോവുക. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീയും ചിന്തിച്ചോണം, അവിടെ ചെന്നേച്ച് എൻ്റെ മോനെ 3 ദിവസമായിട്ട് നിന്നെ കാണാതെ ഈ അമ്മ എന്തുമാത്രം വിഷമിച്ചു. ഒരു ഭർത്താവിന് ഭാര്യ കൊടുക്കേണ്ട ബഹുമാനം അവൾ കൊടുത്തു. അവൾ ആദ്യം പറഞ്ഞു ഞാനതാ, നിന്റെ പിതാവും ഞാനും എന്തുമാത്രം വിഷമിച്ചു, അല്ലാണ്ട് ഞാനും നിന്റെ അപ്പനും നല്ല പറഞ്ഞത്. ഞാൻ എന്തായാലും വിഷമിച്ചു പറഞ്ഞത്. ഒരു ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനവും മാതൃകവും ആ മാതാവ് കൊടുത്തു. അവൾ പറഞ്ഞു എന്നതാ, നിന്റെ പിതാവും ഞാനും നിന്നെ കാണാതെ എന്തുമാത്രം വിഷമിച്ചു. ആ വേദനയും അവൾ അനുഭവിച്ചു. കുടുംബക്കാരായി നിങ്ങൾ അനുകരിക്കേണ്ട ജീവിതശൈലി എന്ന് പറഞ്ഞതാണ്. അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യ സംരക്ഷണാർത്ഥം, മനുഷ്യരക്ഷാർത്ഥം പിതൃഗതമനുസരിച്ച് കഷ്ടിച്ച് അത്യാവശ്യം തുണി മാത്രം ഉടുപ്പിച്ചുകൊണ്ട് പൊതുവേദിയിലൂടെ നിങ്ങളുടെ മകന് ചാട്ടയ്ക്ക് ചമ്മട്ടിക്ക് അടിച്ചു വഴിയെ കൊണ്ടുവന്ന് കണ്ടു നിൽക്കാവോ? ബോധം കെട്ട് മരിക്കാതില്ലെങ്കിൽ അത്ര തന്നെ. പക്ഷേ മൗനമായ ഭാഷയിൽ അവൻ എൻ്റെ മകൻ നിർവഹിക്കുന്നത് പിതൃഹിതമാണെന്ന് അറിയാവുന്നത് കൊണ്ട് പാദങ്ങൾ പറിച്ചു മുന്നോട്ട് നീങ്ങാനാ പറഞ്ഞത്. അങ്ങനെ മുന്നോട്ട് നീങ്ങി ആ കുരിശിൽ കിടന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ അമ്മ ദൈവഹിതം നിറവേറ്റാൻ കടന്നുപോയ വഴിയാണ് നിങ്ങൾ മാതാപിതാക്കൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ആ അമ്മ കടന്നുപോയത് അവസാനം കുരിശെ കിടന്ന് 3 ആണിയെ തൂങ്ങി പടഞ്ഞു മരിക്കുന്നത്, ചങ്ക് കുത്തിപ്പൊളിക്കുന്നത് പെറ്റതള്ള കാണുകയാണ്. ഇതൊന്നും മനസാക്ഷി ചിന്തിച്ചാൽ കിട്ടുന്നതല്ല മക്കളെ. നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ്. അവിടെയും അറിയായിരുന്നു പിതൃഹിതം എൻ്റെ മകൻ നിറവേറ്റുന്നറിയായിരുന്നു. അവിടെ കിടന്നുകൊണ്ട് ആ മകൻ്റെ വാത്സല്യം അമ്മ അനുഭവിച്ചു. സങ്കടവും ദുഃഖവും സ്നേഹവും ഒരുപോലെ. അമ്മേ, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, പോകാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ പഞ്ചാര, എൻ്റെ മുത്ത്, എൻ്റെ അമ്മയെ ഞാൻ യോഹന്നാനെ ഏൽപ്പിക്കുക. ഇതാ നിൻ്റെ മകൻ. കണ്ണ് പറഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ. യോഹന്നാനെ, നിൻ്റെ അമ്മ ഇതാ. നിൻ്റെ അമ്മയാന്ന് കരുതി നോക്കിയാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുക. നിന്നെ എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അതാണ് ആ കുരിശെ കിടന്നുകൊണ്ട് പറഞ്ഞത്. അത് കഴിഞ്ഞ് മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് വിറകൊള്ളി പോലെ ആയപ്പോൾ കുരിശെ നിറക്കിയിട്ട് ആ അമ്മയുടെ തള്ളയുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. അതിനെ മടി വെച്ചോണ്ട് ആ കൈ എടുത്ത് മുത്തിക്കൊണ്ട് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ഇച്ചിരി മുമ്പേ പറഞ്ഞതോർത്തു, ഇതാ നിന്റെ മകൻ, മമ്മിയെ ഞാൻ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. എങ്ങനെ സഹിക്കുമെന്ന് പറ. അതാണ് ഒരു അമ്മയുടെ പരിശുദ്ധ ഏറ്റവും നല്ല മാതൃക. കുടുംബത്തിലെ അമ്മ കടന്നുപോയത്. യോസേഫ് പിതാവിനെ എന്നോട് നോക്കിക്കേ. യോസേഫ് പിതാവ് അച്ചാര കല്യാണം കഴിഞ്ഞിരിക്കുമ്പോൾ മറിയം ഗർഭിണിയായിട്ട് കാണുകയാണ്. യഹൂദ നിയമം അനുസരിച്ച് യഹൂദനായ യോസേഫ് യഹൂദ നിയമം അനുസരിച്ച് യഹൂദനായ യോസേഫ് എന്താ ചെയ്യേണ്ടത്? അവൻ ചെയ്യേണ്ടിയിരിക്കുന്നത് പൊതുവേദിയിൽ അവളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവൻ്റെ കഥ കഴിക്കും. പൊതുവേദി കൊണ്ടുവന്നിട്ട് ഞാൻ താലി വെച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല, അച്ചാര കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഇതാണ്ട് അവൾ ഗർഭിണിയായിട്ട് കാണപ്പെട്ടു, എല്ലാവരും കൂടെ വട്ടം കൂടിയിട്ട് കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലണം. അതുകൊണ്ടാണ് വേശ്യാവൃത്തിയിൽ പഠിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാനായിട്ട് അവർ വന്നത്. അതാണ് അവരുടെ നിയമം. അവൾ ഗർഭിണിയായിരുന്നു, അതുകൊണ്ട് കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലണം. അതാണ് നിയമം. ആ നിയമത്തിന് യോസേഫ് പിതാവ് യഹൂദനായതുകൊണ്ട് നിയമത്തെ അനുസരിച്ച് കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ അവനെടുത്ത ഒരു തീരുമാനം നമ്മളാരും ചിന്തിച്ചാലൊന്നും കിട്ടത്തില്ല, നമ്മുടെ നീതിക്ക് വിരുദ്ധമാണ്. അവൾ ഗർഭിണിയായെങ്കിൽ ഏതെങ്കിലും പുരുഷനോട് അവർക്കൊരു ബന്ധമുണ്ട്, സ്നേഹമുണ്ട്, അല്ലാതെ വെറുതെ ഗർഭിണിയാകുകയല്ലോ. ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. എന്തൊരു തീരുമാനം എൻ്റെ മുന്നത്. ഞാനായിട്ടൊരു ശല്യവും ചെയ്യുന്നില്ല. അവൾ സന്തോഷമായിട്ട് ആ പുരുഷൻ്റെ കൂടെ ജീവിച്ചോട്ടെ, ഞാനങ്ങ് മാറിക്കൊടുത്തേക്കാം. മൈ ഗാഡ്, ഞാനങ്ങ് മാറിക്കൊടുത്തേക്കാം. ഞാൻ നിന്നാൽ പ്രശ്നമാണ്, എന്നോട് ചോദ്യം ചെയ്യും, എൻ്റെ ജീവിതം പോവും. ഞാനങ്ങ് മാറിക്കൊടുത്തേക്കാം. അവൾ സന്തോഷമായിട്ട് ജീവിച്ചിട്ട് ദൈവമേ, ഓരോ ദിവസവും പത്രത്തിൽ കാണാൻ പേര് പ്രേമയഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ കുത്തിക്കൊന്നു, റബ്ബർ കത്തി കൊണ്ട് കുത്തിക്കൊന്നു, അടിച്ചു കൊന്നു. ദിവസവും കാണാം ഇങ്ങനെ ഈ സ്നേഹം, പ്രേമം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ. മാതാപിതാക്കളുടെ മുമ്പിലിട്ട് കൊന്നച്ച് അവൻ പോയി തൂങ്ങിച്ചാകുന്നതൊക്കെ ദിവസം ആരും സഹിക്കുകയില്ല. പക്ഷേ യോസേഫ് അത് വ്യത്യസ്തനായൊരു മനുഷ്യസ്നേഹിയാണ്. അപ്പം പറഞ്ഞു, ഞാനത് മാറിക്കൊടുത്തേക്കാം, അവൾ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. ഒരുമാതിരിപ്പെട്ട ആര് തീരുമാനം എടുക്കുക? കൃപ ലഭിച്ചവന് മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കൂ. അപ്പോൾ മാറിക്കൊടുത്തേക്കാവുന്ന തീരുമാനിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ലെറ്റ് us not be lovers of law but lawyers of love. We are not called to be lovers of law but lawyers of love. നിയമത്തെ സ്നേഹിക്കാനല്ല,
സ്നേഹത്തെ നിയമമാക്കി മാറ്റാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. യോസേഫ് നിയമത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അവളെ കുഴിച്ച് താഴെയിട്ട് അവളെ എറിഞ്ഞ് കൊല്ലിപ്പിക്കണം. അവൻ നിയമത്തെ സ്നേഹിക്കാതെ സ്നേഹത്തെ നിയമമാക്കിയപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു സ്വർഗത്തിൽ നിന്ന്. മറക്കരുത് മക്കളെ, സ്നേഹത്തെ നിയമമാക്കുമ്പോൾ അവന്റെ വീട്ടിലെ ദൂതൻ പ്രത്യക്ഷപ്പെടും. അവൻ ആവശ്യമുള്ള സന്ദേശങ്ങൾ കൊടുക്കും, യാതൊരു സംശയമില്ല. യോസേഫ് എന്തൊരു തീരുമാനമായത്! പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നും എന്നെ അയച്ചിരിക്കുന്നു. നിന്റെ ഒരു തീരുമാനം, ദൈവികമായ ഒരു തീരുമാനം. അങ്ങനെ സ്നേഹത്തെ നിയമത്തെ സ്നേഹിക്കാതെ സ്നേഹത്തെ നിയമമാക്കിയ മനുഷ്യനെ വേദപുസ്തകം നീതിമാൻ എന്ന് മുദ്ര കുത്തിയിരിക്കുന്നു. മാൻ ഓഫ് ജസ്റ്റിസ്, നീതിമാൻ. അവനാണ് നീതിമാൻ. ആരാ? നിയമങ്ങളെ സ്നേഹിക്കാതെ സ്നേഹത്തെ നിയമമാക്കുന്നവൻ ബൈബിളിന്റെ ഭാഷയിൽ നീതിമാൻ എന്ന് മുദ്ര കുത്തിയിരിക്കുന്നു. അതാണ് യോസേഫ് പിതാവ് ചെയ്തിട്ടുള്ളത്. ഒറ്റ വാക്കി പറഞ്ഞാൽ അങ്ങ് തീർക്കാതെ. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അപ്പോൾ പിതാവ് ഇപ്പോഴ് സംസാരിച്ചതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിതാവ് മുൻകൂട്ടം കൊടുത്തത് രമ്യപ്പെടാനും സ്നേഹിക്കാനുമാണ്. അതിൻ്റെ ബാക്കി ഞാൻ കയറി പിടിക്കുക. അതിൻ്റെ ബാക്കിയിലേക്ക് പിടിച്ചേക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ വസ്തുക്കളോടെ വെച്ചേരെ പോയി രമ്യപ്പെടെ സ്നേഹിക്കുക. മക്കളെ, സ്നേഹമാണ് ഒരു മനുഷ്യൻ്റെ സർവസ്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, പിന്നെ വേർ ദർ ഈസ് ലവ് ദർ ഈസ് ഗോഡ്. സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. സ്നേഹമില്ലാത്തൊരു തമ്പുരാനോട് വസിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു എന്നതാ, സ്നേഹമില്ലെങ്കിൽ ഞാൻ ചിലമ്പുന്ന ചെമ്പാകും, കിലങ്ങുന്ന കൈത്താളം ആയി മാറും. മറക്കരുത്, സ്നേഹമില്ലെങ്കിൽ ഞാൻ ചിലമ്പുന്ന ചെമ്പാകും, കിലുങ്ങുന്ന കൈത്താളം ആയി മാറും. സ്നേഹം എവിടെയുണ്ട് ദൈവം എവിടെയുണ്ട്. പൗലോസ് പറഞ്ഞതാ, സ്നേഹമെവിടെ ഉപവിയെവിടെ ദൈവമുണ്ടവിടെ ദൈവമുണ്ടവിടെ. അത് മറക്കരുത്. സ്നേഹമെവിടെ ഉപവിയെവിടെ ദൈവമുണ്ടവിടെ ദൈവമുണ്ടവിടെ. ഇനി മക്കളൊന്ന് ഓർത്തോണം. അപ്പം പിതാവ് പറഞ്ഞത് അതായിരുന്നു. അപ്പം ഈ നോയമ്പുകാർ ചിന്തിക്കണം, എങ്ങനെ സ്നേഹിക്കാനാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. ഈശോ പഠിപ്പിച്ചത് 4 പടികളാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പിതാവ് അത് സംസാരിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കിയിലേക്ക് ഞാൻ കയറി ഒന്ന് പിടിക്കുകയാണ്. 4 സ്റ്റെപ്പാണ് സ്നേഹിക്കാൻ ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. 1, നിന്നെ പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക. ഒന്നാമത്തേതാ, അത്രേ ഉള്ളത്. നിന്നെ നീ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നിന്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ജീവിതം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ അത്താഴം, എല്ലാ കാര്യത്തിലും, യാത്രയ്ക്ക്, വണ്ടിയെ, കാറ്, എങ്ങനെയാണ് നീ നോക്കുന്നത്? അതുപോലെ നിന്റെ അയൽവാസിയുടെ കാര്യവും നോക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നീ എന്തെല്ലാം തെണ്ടിത്തരവും തെമ്മാടിത്തരവും കാണിച്ചാലും നിന്റെ കുറ്റം നീ ആരോടെങ്കിലും പറയുമോ? വ്യഭിചാരം ചെയ്തു, മോഷ്ടിച്ചു, കള്ളസാക്ഷി പറഞ്ഞു, ഒക്കെ ആയിക്കോട്ടെ, അല്ല കുത്തിക്കൊന്നു, നിന്റെ കുറ്റം നീ ആരെങ്കിലും പറയുന്ന കേട്ടാൽ നീ അവിടെ ഡിഫെൻഡ് ചെയ്യും. ഇതാര് പറഞ്ഞാൽ നിങ്ങളോട്? നിങ്ങൾ എന്നെ അറിഞ്ഞ നിങ്ങൾ അങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത്? നിങ്ങളെ രക്ഷിക്കാൻ നോക്കും. നിങ്ങൾ വിചാരിക്കുന്നതല്ല ഞാനൊരു തെണ്ടിയാണ്, തെമ്മാടിയാണ്, വ്യഭിചാരിയാണ്. നിങ്ങളുടെ കുറ്റം ആരോടെങ്കിലും പറയുമോ? നിങ്ങളുടെ കുറ്റം നിങ്ങൾ ആരോടും പറയുകയില്ല. ആരെങ്കിലും പറയുന്ന കേട്ടാൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യത്തേ ഉള്ളൂ, ആർഗ്യുമെന്റ് നടത്തത്തേ ഉള്ളൂ. ഈശോ പറഞ്ഞെന്നാ, നിന്നെ പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കും. നമ്മളൊക്കെ ഈ സത്യം പറഞ്ഞാൽ ഈ പള്ളിയിൽ വരും, 54ാമത്തെ കൺവെൻഷനാണ്, മാനസാന്തരം ഒരെണ്ണത്തിനുണ്ടാകുകയില്ല. എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ. പിന്നെ യേശു പറഞ്ഞ എന്നതാ, മാനസാന്തരപ്പെട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഒറ്റെണ്ണം പറഞ്ഞില്ലല്ലോ. കൺവെൻഷൻ ഇഷ്ടം പോലെ കൂടിയില്ലേ. നമ്മളിതൊരു ക്രിയ പോലെ അങ്ങ് പോവുക, നമ്മൾ ആരും മാനസാന്തരപ്പെടുന്നില്ല. ശരി തന്നെയാണ്, മട്ട ഇറച്ചി ഒന്നും കൂട്ടാതെ, മീൻ കൂട്ടാതെ, കുറച്ച് ദിവസം വേണം നോയമ്പ് നോക്കും, ഒക്കെ ശരി തന്നെയാണ്. നമ്മളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നില്ല. തന്നെയും പിന്നെയും കുമ്പസാരത്തിൽ അതുപോലെ 12ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ തുടങ്ങിയതാ, ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറയും കുമ്പസാരത്തിൽ, ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എത്ര വയസ്സുണ്ട്? 92 വയസ്സുണ്ട്. ഇപ്പോഴും കുമ്പസാരത്തിൽ പറയും, ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പാപവിധ 10,000 സ്ത്രീകളുടെ കുമ്പസാരം കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഞാൻ പറയുന്നില്ല, പോട്ടത്തിൽ വെച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് മാനസാന്തരമാണ് ഉണ്ടാകേണ്ടത്. അപ്പം നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം. അങ്ങനെയാണ് ആരുടെയും കുറ്റം പറയരുത്, അവരുടെ സംരക്ഷണം ജീവിതവും കൂടെ നോക്കണം. രണ്ടാമത്തേത് ഈശോ പറഞ്ഞത്, മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് സ്നേഹിക്കണം. മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് സ്നേഹിക്കണം. കാരണം ഈശോ പറഞ്ഞത്, ഈ ചെറിയവർ ഒരുവനോട് ചെയ്യുന്നത് എന്നോട് ചെയ്യുന്നതിന് തുല്യമാണ് എന്നല്ല പറഞ്ഞത്, എന്നോടാ ചെയ്യുന്നത്. ഈ ചെറിയവരിൽ ഒരുവനോട് ചെയ്യുന്നത് എന്നോടാണ് ചെയ്യുന്നത്. ഞാൻ ഒരാളെ തെണ്ടിന്ന് വിളിച്ചാൽ നീ തമ്പുരാനെയാ തെണ്ടിന്ന് വിളിച്ചത്.
വിശന്ന് ഭാഗിച്ചു വന്ന് ഒരുവനെ നീ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ നീ തമ്പുരാനെ ഇറക്കി വിട്ടത്. നമുക്ക് ഈ ചിന്തയില്ല. ഞാൻ കൊച്ചച്ഛനായിട്ട് പിന്നെ പട്ടം കിട്ടിയ ആദ്യത്തെ വർഷമാണ്, കട്ടപ്പനയായിരുന്നു. അപ്പോൾ എൻ്റെ ബാലയന സഖ്യത്തിൽ പിന്നെ ഒരു പയ്യനുണ്ട്, അവൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, അമ്മ രോഗിയാണ്. പിന്നെ അപ്പോൾ അവനെ ഒന്ന് പഠിപ്പിച്ചെടുത്താൽ ആ വീടൊന്ന് സംരക്ഷിച്ചു കൊണ്ടാൻ എളുപ്പമുണ്ട്. അപ്പോൾ അവന് പിന്നെ SLCക്ക് നല്ല മാർക്കൊക്കെ മാർക്ക് വാങ്ങിച്ചിട്ട് +2 നല്ല മാർക്ക് മേടിച്ചു. ചങ്ങനാശ്ശേരി SP കോളേജിൽ കൊണ്ട് ചേർത്താക്കോട്ടെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഇനിയും BA BSc BEd ഒക്കെ പഠിച്ചു എത്ര വർഷം എടുക്കും? നീ പറയുന്നത് എന്നത് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം വരുന്നത് അമ്മയുടെ നോക്കാം, അമ്മയുണ്ട്, അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണല്ലോ, പിന്നെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒരു ITI കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ പോയി കണ്ടു, പുള്ളി സമ്മതിച്ചു, അഡ്മിഷൻ കൊടുത്തു. അവൻ നല്ല റേറ്റോട് കൂടി റാങ്കോട് കൂടി തന്നെ അവൻ പാസ്സായി. പിന്നെ അവന് നല്ലൊരു ജോലിയും കിട്ടി. ആ ജോലി കിട്ടുന്നതിന് മുമ്പ് ഇവൻ്റെ ജ്യേഷ്ഠ സഹോദരനുണ്ട്. ആ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് എൻ്റെ പെങ്ങൾ മഠത്തിലുണ്ട്. ആ പെങ്ങളോട് ഞാൻ വിളിച്ചു ചോദിച്ചു, പിന്നെ ചേച്ചിയുടെ കൂട്ടത്തിലുള്ള സിസ്റ്റർ സോ ആൻഡ് സോ, ആ സിസ്റ്ററിൻ്റെ ആങ്ങള പിന്നെ ITI പ്രിൻസിപ്പളാണല്ലോ ഒരു സ്ഥലം ഞാൻ പറയുകയല്ല, സ്ഥലത്ത് ആ സാറിന് എന്ത് കണ്ടാലും ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും ഞാൻ സിസ്റ്ററിനോട് പറയാം. സിസ്റ്റർ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ പിന്നെ സാറിനോട് പോയി സംസാരിക്കാൻ തീരുമാനിച്ചു. അപ്പം ഈ ജ്യേഷ്ഠനെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോയത്. ഈ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് സാറിൻ്റെ അടുത്ത് ചെന്നു. അപ്പം ഞാൻ പോയത് ഒരു ചൊവ്വാഴ്ചയാണ്. എന്നാ പറഞ്ഞേ? ഒരു ചൊവ്വാഴ്ചയാണ് പോയത്. അപ്പോൾ ആ സാറിൻ്റെ ഭാര്യ വലിയ കരിസ്മാറ്റിക്കാരത്തിയാണ്, വലിയ ഗ്രൂപ്പ് പ്രയറൊക്കെ നടത്തുന്ന അടിപൊളി പിന്നെ മാതൃ പ്രസിഡൻറ്റും ഒക്കെയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഏതാണ്ട് ഒരു മണി 12:15 നല്ല പൊരിയുന്ന വെയിലാണ്. ഞങ്ങൾ ചെന്നു. അപ്പം ഞാൻ സാറിനെ കാണാൻ വന്നതായിരുന്നു പറഞ്ഞു. പെങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇപ്പം പുറത്തോട്ട് ഇപ്പം വരും, ഇരിക്കാൻ പറഞ്ഞു. ഞാനും ഈ ഹൈന്ദവ സഹോദരൻ, ഇത് ഹൈന്ദവനാണ്, ഞങ്ങൾ അവരുടെ കാഴ്ചമുറിയിൽ അവിടെ ഇരുന്നു. ഏകദേശം 6 അടി നീളമുള്ള ഒരു പിന്നെ ധർമ്മക്കാരൻ, അവനേക്കാൾ ഒരടി കൂടെ നീളം ഒരു 10 കൈ പിടിച്ച് ഊന്നി പിടിച്ചുകൊണ്ട് വളഞ്ഞുകൂടി ഇങ്ങനെ വന്ന് ആ മുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് അമ്മ 2-3 പ്രാവശ്യം വിളിച്ചു. ആരും കേട്ടില്ല. അയാൾ ആ വടി കുത്തി അവിടെ ഇരുന്നു, ഇങ്ങനെ മുട്ടിനകത്തോട്ട് ഇങ്ങനെ തലയും കുനിച്ച് വെച്ചോണ്ട്. എന്നായിരുന്നു ഞാൻ പോയത്? ചൊവ്വാഴ്ച. അത് കഴിഞ്ഞ് ഇയാളെ കുത്തിപ്പിടിച്ച് എഴുന്നേറ്റു. ദൈവമേ, പൊരിയുന്ന വെയിലാണെന്ന് ഞാൻ പറയുന്നുമുണ്ട്. കുത്തിപ്പിടിച്ച് എഴുന്നേറ്റേച്ച് വീണ്ടും വിളിച്ചു, അമ്മാ എന്ന് വിളിച്ചു. ഈ ടീച്ചർ കേട്ടു. അപ്പോൾ ഈ 4 പാളിയുള്ള കതകിൻ്റെ വാതിലിൻ്റെ അടിയിലത്തെ 2 പാളി അടച്ചിട്ടിരിക്കുക. ഓടി ഇങ്ങോട്ട് വന്നുവെച്ച് ഇങ്ങനെ കൈവച്ചു. ഞാൻ അപ്പുറത്തിരുന്നാൽ കാണാം. എന്നാ വിശക്കുന്നുണ്ട് അമ്മ, എന്തേലും കിട്ടിയിരുന്നെങ്കിൽ ശനിയാഴ്ച വാ. അവിടെ ഡാഷിൻ്റെ കൊടുക്ക് ശനിയാഴ്ച. എന്നതാ പറയുക? ചൊവ്വാഴ്ച ഒട്ടി വയറുന്ന കുട്ടിപ്പാളയം പാട്ടുകളൊക്കെ കണ്ട് വശന്ന് വന്ന ഒരു മനുഷ്യനോട് പറയാ ശനിയാഴ്ച വരാൻ. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അന്ന് അവളുടെ ആടെ ദിവസമാണ്. പറഞ്ഞാൽ കൂടിപ്പോയി, ഞാൻ പറയുന്നില്ല. ശനിയാഴ്ച നേരെ മറിച്ച് ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ ഷർട്ടും പാൻസും ഷൂ ഇട്ടൊന്ന് വന്നേ, അന്നേരം അറിയാം. കാറെ വന്നൊന്ന് ഇറങ്ങിക്കേ, അന്നേരം അറിയാം. കൂളിംഗ് ഗ്ലാസും വെച്ച് പാൻസ് ഷർട്ട് വിട്ട് ഒരു ബാഗിൽ പിടിച്ചോണ്ട് വന്നേ. കയറിയിരിക്കും സാറേ, കുടിക്കാൻ നാരങ്ങ വെള്ളമാണോ, ചായയാണോ, കാപ്പിയാണോ, ഗ്ലൂക്കോസ് ആണോ, എന്നതാ എടുക്കണ്ടേ? ഒറ്റ അടി കൊടുക്കാൻ തോന്നും. ഡാഷിന്റെ കൊടുക്ക. ആ ധർമ്മക്കാരന് ഷൂ ഇല്ല, കൂളിംഗ് ഗ്ലാസ് ഇല്ല, റിസ്റ്റ് വാച്ച് ഇല്ല, ബ്രീഫ് കേസ് ഇല്ല, വണ്ടി ഇല്ല, ബുള്ളറ്റ് ഇല്ല, 2 വീലില്ല. പോനി പള്ളിയിൽ പോകുന്ന വിളക്ക്. നിങ്ങൾ ചിന്തിച്ചോണ്ടാ മതി ബാക്കി. ഇത് ഞങ്ങളുടെ ഒരു സ്വഭാവത്തിന്റെ വിശേഷമാണ്. ഓരോ മനുഷ്യനും തമ്പുരാനെ ഒന്ന് കാണണ്ടേ? ഇവനോട് ചെയ്യുന്നത് എന്നോടാ ചെയ്യുന്നത്. ആരെയാ ഈ ടീച്ചർ ആട്ടി ഇറക്കി വിട്ടത്? ചൊവ്വാഴ്ച വിശന്ന് പൊരിഞ്ഞ് വന്ന യേശു തമ്പുരാനെ അവൾ ഇറക്കി വിട്ടു ശനിയാഴ്ച വരാൻ അവിടെ വെള്ളം കുടിക്കാനായിട്ട്. കരിസ്മാറ്റിക് എന്താ പറയുന്നത്? നമ്മുടെ പോക്ക് എവിടെയാന്ന് വിചാരിച്ചോണ്ട നമ്മളാരും കർത്താവിനെ അനുധാവനം ചെയ്യുന്നില്ല. കുറെ ക്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒന്നാമത് മക്കളെ, വി ഷുഡ് ബി ഏബിൾ ടു റീഡ് ദ മൈൻഡ് ഓഫ് ജീസസ്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഭാഷ അറിയണം, ദൈവത്തിന്റെ മനസ്സ് വായിച്ചറിയണം. മനുഷ്യരക്ഷാർത്ഥം ഈശോ മിശിഹ പിന്നെ കുരിശക്കാരൻ തീരുമാനിച്ചു. എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു. നിങ്ങൾ കൊണ്ട് എനിക്ക് പിതാവിന് കരുതി ഞാൻ നിറവേറ്റുക. കുരിശക്കാരാണ്ട് തീരുമാനിച്ചു. സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടായിരിക്കാം പത്രോസ് അങ്ങോട്ട് കടന്നു എന്ന് വെച്ച്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. യു ഡെവിൾ ഗെറ്റ് ബിഹൈൻഡ് മീ. ചെകുത്താന് ഓടാ എന്റെ മുമ്പിൽ നിന്ന്. നീ സംസാരിക്കുന്നത് ലോകത്തിന്റെ ഭാഷയാണ്. ഞാൻ വന്നിരിക്കുന്നത് ഈ മണിക്കൂറിലേക്ക്. അതാ ഞാൻ പറഞ്ഞത്, അവന്റെ ഭാഷ മനസ്സിലാക്കണം. യേശു പറഞ്ഞു എന്നതാ, നീ സംസാരിക്കുന്നത് ലോകത്തിന്റെ ഭാഷയാണ്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. അവനെ വിളിച്ചെന്നെ ഡെവിൾ. പോയിന്റെ മുമ്പിൽ നിന്ന് ചെകുത്താന്, നീ എനിക്ക് തടസ്സമാ.
നീ എനിക്ക് തടസ്സമാ. യു ആർ എ ഹിൻഡ്രൻസ് ഫോർ മൈ എൻട്രൻസ് ടു ഹെവൻ. നീ എനിക്ക് തടസ്സമാ. പോ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോ. കാരണം വേണ്ടതാ, നീ ലോകത്തിൻ്റെ ഭാഷയും കൊണ്ട് നടക്കുന്നവനാ. ഞാൻ ഈ മണിക്കൂറിലേക്കാണ് വന്നിരിക്കുന്നത്, പിതാവ് ലിഖിതം നിറവേറ്റാൻ വന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. നമ്മുടെ കുറേ ഭക്തകൃത്യങ്ങളൊന്നും അല്ല നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മനുഷ്യനെ സ്നേഹിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളൊരാൾ ഒരു മനുഷ്യനോട് മനസ്സിൽ വെറുപ്പ് വെച്ച് മരിച്ചെന്ന് വിചാരിച്ചു. രമ്യപ്പെടാതെ ഒരു മനുഷ്യന് ഇതിൽ കൂടെ നികൃഷ്ടമായ ഒരു മരണം കിട്ടാനില്ല. കാരണം ദൈവം തമ്പുരാൻ്റെ ഏറ്റവും വലിയ കൽപ്പന സ്നേഹിക്കാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൽപ്പന, ലംഘനമല്ലായോ? നിങ്ങൾ കർത്താവെ, നിത്യരക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കേ, നിന്നെപ്പോലെ നീ സ്നേഹിക്കേ. അപ്പം എൻ്റെ സഹോദരൻ ആരാ? അതും ഈശോ പറഞ്ഞിട്ടുണ്ട്. അയൽക്കാരനാരാ? അതും ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പം രക്ഷ പ്രാപിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ യേശു ഒറ്റ കൽപ്പനയെ പറഞ്ഞുള്ളൂ, നിന്നെ പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക. നീ കുമ്പസാരിച്ചിട്ട് എത്ര നാളെ കുർബാന, കുമ്പസാരം, കൂദാശ, നോയമ്പ്, ഉപവാസം, പ്രാർത്ഥന, ആരാധന, ഇതൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. കണ്ണടഞ്ഞ് കഴിയുമ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് നിന്റെ കൺമുമ്പിൽ നിന്നിരുന്ന മനുഷ്യപുത്രന്മാരെയും പുത്രിമാരെയും കണ്ടപ്പോൾ നീ സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചോ? ആ ഒറ്റ ചോദ്യമേ ഉള്ളൂ. വേറെ എത്ര കൊന്തയല്ലേ, എത്ര പ്രാവശ്യം പള്ളിയിൽ പോയി, എത്ര പ്രാവശ്യം കൺവെൻഷന് പോയി, തമ്പുരാൻ ചോദിക്കാൻ 10 പ്രാവശ്യം ചോദിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഈ പ്രവർത്തിക്ക് ശക്തി ആർജിക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നതാ, എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ഗോഡ്. എൻ്റെ നേരെ ഫ്രണ്ട്, നമ്മുടെ പേരെന്നെ സബിത, എൻ്റെ നേരെ ഫ്രണ്ടിരിക്കുന്ന ഈ സബിത ദൈവം തമ്പുരാനാണ്. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ഗോഡ്. ദൈവം തമ്പുരാൻ സബിതയുടെ രൂപത്തിൽ ഡ്രസ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നു. ആ സത്യം ആദ്യം ഗ്രഹിക്കണം. സമ്യക് വിചാരദാസ്യത്തെ രജിതത്വം അവതാരണ ഭ്രാന്തിവത് മഹസർപ്പ ഭൗതുക വിനാശിനി. സമ്യക് വിചാരദാസ്യത്ത, ശരിയായ വിചാരം ശ്രദ്ധിക്കണം. രജിതത്വ അവതാരണ ഭ്രാന്തിവത് മഹസർപ്പ ഭൗതുക വിനാശിനി. സത്യം നിങ്ങൾ ഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടവരോട് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ പറ്റൂ. അതാദ്യം മനസ്സിലാക്കിയിരിക്കുക. അതാണ് യേശു പഠിപ്പിച്ചത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. അയ്യോ, എത്ര ദിവസം പറഞ്ഞാലത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. അതാ ഈശോ ആവശ്യപ്പെട്ട മൂന്നാം. ഇത് 4 പടിയും വേറെ വസ്ത്രത്തിൽ സുവിശേഷത്തിൽ കിടപ്പുണ്ട്. നിന്നെ പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക, മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് സ്നേഹിക്കണം. ഇവനോട് ചെയ്യുന്നത് എന്നോടാ ചെയ്തത്. മൂന്നാമത് ഈശോ പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. ഈ വർഷത്തെ നിങ്ങളുടെ നോയമ്പും കൺവെൻഷനും നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ മക്കളെ, ഈ നാളെ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? മാറേണ്ടവർ മാറേണ്ട സമയത്ത് മാറണം. അപ്പോൾ ദൈവം തമ്പുരാൻ സ്നേഹിച്ചത് എങ്ങനെയാണ്? ദൈവം തമ്പുരാൻ്റെ സ്നേഹം നമുക്കതും പറഞ്ഞാൽ അത് ഒരിക്കലും മനസ്സിലാകത്തില്ല. ഒരു മകനെ ഇതുപോലെ കരിവാക്കുക. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിന്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ ഞാൻ പച്ച കുത്തി വെച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെ അവൻ്റെ ഭർത്താവിൻ്റെ പേര് പച്ച കുത്തിയിട്ടുണ്ടെന്ന് കാണിക്കാവോ? പച്ച കുത്തിയാൽ തുടച്ച് കഴിയാൻ നിവൃത്തിയില്ല. അത് ചിരണ്ടി കീറി ഓപ്പറേഷൻ ചെയ്ത് കളയണം. കുത്തിയെടുത്ത് അല്ലെ പഴുപ്പിച്ചത് അവിടെ പറിച്ചു കളയണം. പച്ച കുത്തിയാൽ മാറ്റാൻ പറ്റില്ല. നിന്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ ഞാൻ പച്ച കുത്തിയിരിക്കുന്നു. അതാണ് അവൻ സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ പെണ്ണുങ്ങളെല്ലാം എങ്ങനെയാ? കെട്ടിയവൻ്റെ പേര് അല്ലെങ്കിൽ അവന്മാര് അന്നമ്മ, ചിന്നമ്മ, പൊന്നമ്മ, റോസമ്മ, എലിയമ്മ, ദോശമ്മ, തങ്കമ്മ, ഓരോരുത്തരുടെയും പേര് എഴുതിയിട്ട് അവന് കയ്യേലിട്ടിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തേണ്ടറി നിന്റെ കോപ്പ് ഒറ്റയേറെ കയ്യേൽ ഇത് ചെയ്താൽ വല്ലതും പറ്റുമോ? അവളും അങ്ങനെയാ. നിന്റെ ഒന്നും പേരൊന്നും അവളൊന്നും കയ്യെ കുത്തത്തില്ല. അവിടെ കയ്യേൽ വേറെ ആണുങ്ങളുടെ പേര് കുത്തും. അല്ലാണ്ടതാ അവള് മോതിരത്തെ കുത്തി വെച്ചിട്ട് ഒന്ന് പറഞ്ഞൊരു നീ ഇട്ട മോതിരം വേണ്ടാ കൊണ്ടുപോകും, തീർന്നു. ഊരി ദൂരക്കളയാൻ ഓരോ സമയം വരുമ്പോൾ പച്ച കുത്തിയാൽ പറ്റില്ല. നിന്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അമ്മ മറക്കുന്ന സന്ദർഭം കൊണ്ട് ധാരാളം ദിവസം പത്രത്തിൽ കാണാൻ വരും. ഒരു കുഞ്ഞു കൊച്ച 6 മാസമേ ഉള്ളൂ. അവൾ ഏതാണ്ടിരുന്ന് മേശപ്പുറത്താണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. ആ കൊച്ച അവിടെ, അവൾ പ്രസവിച്ച കൊച്ച, ആ കുഞ്ഞ് അവിടെ കിടന്നൊരു കാര്യം അതിനെ പൊക്കി എടുത്തിട്ട് നെറ്റ് ഭിത്തിയൊരു ഒറ്റ ഇടി. ഇവളെയൊക്കെ എങ്ങനെയാ തള്ളേന്ന് വിളിക്കുന്നത്? ആറ്റിലോട്ട് വലിച്ചെറിഞ്ഞ തള്ള. ഇതൊക്കെ പത്രത്തിൽ വായിക്കുമ്പോൾ കണ്ണ് തള്ളിപ്പോവുക. എൻ്റെ പൊന്നും പെങ്ങന്മാരെ, അമ്മച്ചിമാരെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ ആശ്രമത്തിൻ്റെയോ മഠത്തിൻ്റെ പഠിക്കൽ ഒരു പാ കയറിയിട്ട് അവിടെ കൊണ്ട് വെച്ചാൽ ഞങ്ങൾ എടുത്തോളാം. ഞങ്ങളുടെ കപ്പുൽസിപ്പെട്ട് ഞങ്ങളുടെ പ്രൊവിൻസിനുണ്ട് 12 അനാഥാലയങ്ങൾ. വേണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേരം, ഞങ്ങൾ വളർത്തിക്കോളാം. അല്ല, എന്തുമാത്രം സെൻറ്റേഴ്സ് നമ്മുടെ കത്തോലിക്കർ ഈ കേരളത്തിലുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തേ, ഏതെങ്കിലും ഒരു ബക്കറ്റ് ഇട്ട് പള്ളി കൊണ്ട് വെച്ചു പോകും. കാണുന്ന കൈക്കാരന്മാർ ആരെങ്കിലും എന്തെങ്കിലും അവർ ഒള്ളുകയല്ല, അവരെന്തെങ്കിലും മാർഗം കണ്ടെടുത്തിക്കുള്ളൂ. എന്താ മാർഗം മനസ്സിലാകാത്തത്? കൊന്നുകളയാതെ അത് ആത്മഹത്യക്ക്. എൻ്റെ ദൈവം എവിടെ പോയി മറുപടി? എൻ്റെ ദൈവം നിന്റെ ശവം എടുക്കുമ്പോൾ, ശവമഞ്ചമെടുത്ത് വീട്ടിൽ നിന്നെടുത്ത് കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ കൊന്നുകളഞ്ഞ കൊച്ചിൻ്റെ, ഗർഭചിത്രം നടത്തിയ കൊച്ചിൻ്റെ
പറന്ന് നടക്കുന്ന ആത്മാവ് തുറന്നു നിർത്തും. മമ്മി അവിടെ നിൽക്കുക, എവിടെ പോവുക? എൻ്റെ ജീവന്റെ മറുപടി പറഞ്ഞിട്ട് പോകും. 5 മാസം ഞാൻ ഗർഭത്തിലായിരുന്നപ്പോൾ അമ്മ എന്നെ കൊന്നുകളഞ്ഞു. ഗർഭചിത്രം നടത്തിയല്ലേ, അതിന് മറുപടി പറഞ്ഞിട്ട് പോകും. അമ്മയുടെ മടിയിലിരുന്ന് ഇത്തിരി മുലപ്പാല് കുടിക്കാൻ ചേട്ടൻ്റെയും ചേച്ചിയുടെയും തോളെ കൈയിട്ടുണ്ട്. ഇച്ചിരി പെട്ടി കളിക്കാനും സാറ്റ് കളിക്കാനും ഞാൻ എന്തോരം ആഗ്രഹിച്ചു. ഈ പ്രകാശവും പക്ഷികളെയും മൃഗങ്ങളെയും ഞാൻ എന്തോരം ആഗ്രഹിച്ചു. എന്ത് തെറ്റാ അമ്മയെ ഞാൻ ചെയ്ത്? അമ്മ എനിക്ക് വധശിക്ഷ. അമ്മ നൽകിയത് എനിക്ക് തന്നിരിക്കുന്ന ജീവപര്യന്തമല്ലല്ലോ, അമ്മ എനിക്ക് നൽകിയത് വധശിക്ഷ. എന്ത് തെറ്റാ അമ്മ ഞാൻ ചെയ്തത്? എങ്ങനെയാണ് നീയൊക്കെ ഇതിന് മറുപടി പറയാൻ പോകുന്നത്? എവിടെ ചെന്ന് ആരോട്? ഇന്നത്തെ ഒരു സ്റ്റൈലാ. പണ്ടൊക്കെ 10, 12, 14 മക്കളെ വളർത്തും. ഇന്നെല്ലായിടത്തും 1, 2, 1, 2, 1, 2, 1 മതി. പിന്നെ ഉണ്ടാകുന്നതിനൊക്കെ ഞാൻ കുംഭസാരത്തിൽ എന്തുമാത്രം കേട്ടിട്ടുണ്ട് ഗർഭചിത്രം നടത്തിക്കുന്ന കേസുകൾ. 2600 സ്ത്രീകൾക്ക് അമ്മമാർക്ക് ഞാൻ റിസർച്ച് നടത്തിയവനാണ്. 16 ചോദ്യം വിട്ടുണ്ട്. ദൈവം തമ്പുരാൻ അതൊന്നും പറയാൻ നിവർത്തിയില്ല. എന്തൊരു മനസാക്ഷിയ ദൈവമേത്. അപ്പം ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു മാനസാന്തരം വരേണ്ടത്. അപ്പോൾ തമ്പുരാന്റെ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്നേഹമാണ്. അത് കഴിഞ്ഞ് ഈശോ പറഞ്ഞ എന്നതാ, ഈശോ പഠിപ്പിച്ച 4ാമത്തെ സ്റ്റെപ്പ്, ദൈവം ദൈവത്തെ സ്നേഹിച്ച പോലെ. ബി പെർഫെക്റ്റ് ആസ് മൈ ഫാദർ ഈസ് പെർഫെക്റ്റ്. എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണനായിരിക്കുമെന്ന്. ഞാൻ അസീസിയിൽ കുറേ ദിവസങ്ങളോളം 1 മാസം ഇരുന്ന് പ്രാർത്ഥിച്ച് ചിന്തിച്ച് ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനം തുടങ്ങി, പ്രാർത്ഥനാനുഭവ ധ്യാനം. അഭിമന്യ പടികർ തിരുമാനിയും തൂങ്കിടിപ്പിതൊക്കെ വന്ന് പങ്കെടുത്തിട്ട് വലിയ സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. അപ്പം അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടിയവർക്ക് വേണ്ടി ആണ്ടിൽ ഒരിക്കൽ പ്രാവശ്യം നടത്താനായിട്ട് ആത്മപൂർണ്ണ അനുഭവം ഞാൻ ഒരു ധ്യാനത്തിന് രൂപം കൊടുത്തു. ഉടനെ ഒരു ധ്യാനഗുരു വന്നിട്ട് ശരിയായിട്ടാ ഈ ആത്മപൂർണ്ണ അനുഭവം എന്ന് പറഞ്ഞ് എങ്ങനെ പേര് കൊടുക്കുന്നത് എങ്ങനെയാ? ആ ആത്മപൂർണ്ണ അനുഭവം ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? അച്ഛാ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പം പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുത്തത് എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ബി പെർഫെക്റ്റ് ആസ് മൈ ഫാദർ ഈസ് പെർഫെക്റ്റ്. അത് സാധിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ എൻ്റെ പിതാവിനെ പോലെ പരിപൂർണനായിരിക്കെ. അത് നമ്മൾക്ക് പറ്റില്ലെങ്കിൽ ഈശോ നമ്മളോട് ആവശ്യപ്പെടില്ല. നമ്മുടെ കപ്പാസിറ്റി സൃഷ്ടികർത്താവിന് അറിയാം. പിതാവിനെ പോലെ നിങ്ങൾ പരിപൂർണനായിരിക്കുക. അങ്ങനെ 4 പടികളാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അപ്പം നിന്നെപ്പോലൊരു സഹോദരനെ സ്നേഹിക്കുക, മറ്റുള്ളവരുടെ ഈശോയെ കണ്ടുകൊണ്ട് സ്നേഹിക്കുക, ഈശോ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക, ദൈവം ദൈവത്തെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കി സത്യത്തിൽ വാസ്തവത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകണം. ഉള്ള ഒരു ദൃശ്യകാലം തമ്പുരാൻ നമുക്ക് തരും. അത് നമുക്ക് ഇട്ട് പന്ത് തട്ടാനുള്ളതല്ല, അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പം നിങ്ങളൊക്കെ കുടുംബക്കാരാ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക, ഒന്നാമത് വിവാഹമെന്ന് പറയുന്ന കൂദാശയുടെ ആന്തരികമായ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സ്വന്തം ജീവിതത്തിൽ ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് തൻ്റെ ജീവിത പങ്കാളിക്ക് ഈശ്വരനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു കൂദാശയാണ്. മക്കളെ, എൻ്റെ പെങ്ങന്മാരോട് ഞാൻ പറയുകയാണ്, നിൻ്റെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വർഷം, ഇപ്പോൾ കഴിഞ്ഞ അത് പിന്നെ കൂടുതലായല്ലോ, വിവാഹ വാർഷിക ദിവസം, 1ാം വിവാഹ വാർഷിക ദിവസം ഭർത്താവ് വന്നിട്ട് പറയാ, എടി മറിയമ്മേ മോളെ, എന്നാ ചായ, ഞാൻ നിന്നോടൊരു സത്യകാര്യം പറയാൻ ആഗ്രഹിക്കുക. നാളെ നമ്മുടെ 1ാം വിവാഹ വാർഷികമാണ്. അതെനിക്കറിയത്തില്ലേ, ഞാൻ ഫ്രിഡ്ജിനകത്തെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. നിൻ്റെ ഫ്രിഡ്ജിനകത്തിരിക്കുന്നതല്ല ഞാൻ പറയാൻ വരുന്നത്. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാ പറയച്ചാ, എടി മറിയമ്മേ മോളെ, നിന്റെ കഴുത്തെ താലി വെച്ചിട്ട് ഇന്ന് നാളെ 365 ദിവസം തികയുക. ഞാൻ സത്യം നിന്നോട് പറയട്ടെ, എടി നിന്റെ കഴുത്തെ താലി വെച്ച് നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഞാൻ പല പ്രാവശ്യം ദർശനത്തിൽ ഈശോയെ കണ്ടത്. എല്ലാ ദുശ്ശീലങ്ങളും ഞാൻ നിർത്തിയത്, ആരുടെയും തിന്മ പറയാൻ അത് ഞാൻ നിർത്തിയത്. നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പിന്നാണ് സ്നേഹത്തിൻ്റെ തോതി ഞാൻ മനസ്സിലാക്കിയത്, ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത്. നീ എന്നെ കൊണ്ടു നടത്തി എങ്ങനെ ഒന്ന് ചുമച്ചാൽ നീ ഉറങ്ങുകയില്ല. കടുങ്കാപ്പി വരക്കായി, ആവി പിടിക്കലായി, തിരുമലായി എന്ന് വേണ്ട, പിന്നെ ഉറക്കളിച്ചിരിക്കും. നിന്റെ സ്നേഹം ഇത്രയുമാണെങ്കിൽ നിന്നെ എനിക്ക് തന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രമായിരിക്കുമെന്ന് നിന്റെ സ്നേഹത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പിന്നാടി സത്യത്തിൽ ഞാൻ ഈശോയെ ദർശനത്തിൽ പല പ്രാവശ്യവും കണ്ടത്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, കൈവക്കാവോ? അച്ഛാ ഇതൊക്കെ ഒന്ന് കണ്ടാണേ. അച്ഛനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ ഇവർക്ക് വേണ്ടിയിട്ട്. ഒരു ചേച്ചി പുറകിൽ നിന്ന് കൈ പൊക്കിക്കൊണ്ട് വന്നേ, എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ഈ ഒരാളേലും ഉണ്ടല്ലോ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരി ചൊറിയാൻ പൊക്കിയതാണ്. എന്തൊരു കഷ്ടവതയും. അപ്പൊ സത്യത്തിൽ തമ്പുരാന്റെ മുമ്പിൽ ഒറ്റ ഭാര്യ ഇവിടെ ഇരിപ്പില്ല, ഒറ്റ ഭാര്യ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. ഓ, പച്ച മരത്തിന് സ്ഥിതിയിലാണ് പിന്നെ ഉണക്കമരത്തിലാരും എന്നാ പറയാൻ? അവിടെ നിങ്ങളോട് ഞാൻ ചോദിക്കാനും പോകുന്നില്ല. മക്കളെ, അതാണ് ഭാര്യ ധർമ്മം. സ്വന്തം ജീവിതത്തിൽ ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ്
ഒന്നുറക്കെ പറഞ്ഞു, സ്വന്തം ജീവിതത്തിൽ ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് എൻ്റെ പങ്കാളിക്ക് ഈശ്വരനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു കൂദാശയാണ് വിവാഹം. ആ സത്യം ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഭാര്യാഭർത്തങ്ങൾ മനസ്സിലാക്കിയത്, എനിക്ക് തമ്പുരാൻ ഒരു പുരുഷനെ ഭർത്താവായിട്ട് തന്നിരിക്കുന്നത് എന്നെ സ്നേഹിക്കാനല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് സ്നേഹിക്കാനാണ്. എനിക്കൊരു ഭാര്യയെ തമ്പുരാൻ തന്നിരിക്കുന്നത് എന്നെ സ്നേഹിക്കാനല്ല, മറിച്ച് എനിക്ക് സ്നേഹിക്കാനാണ്. ഞാൻ ഓർക്കായിരുന്നു, ഈ കുമ്പസാരത്തിലൊക്കെ വന്നേച്ച് ഈ കുറേ നാൾ മുമ്പ് ഒരു ചേച്ചി പറഞ്ഞു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, അച്ഛാ 2 മക്കളുണ്ട്, പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് തൂങ്ങി മരിച്ചേക്കാവെന്ന്. പിന്നെ ഈ 2 കുഞ്ഞുങ്ങളുടെ മുഖത്തോട് നോക്കുമ്പോഴത്തേക്കിന് എനിക്കത് ചിന്തിക്കാനും പറ്റില്ല. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അച്ഛാ, എന്താ മോളെ, എന്താണ് ഈ പ്രശ്നം? ഞാൻ ചോദിച്ചു. എൻ്റെ അച്ഛാ, ഞാൻ എൻ്റെ ഭർത്താവിനെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്നോട് കടുകുമണിയോളം സ്നേഹമില്ല. ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? അദ്ദേഹത്തിന് എന്നോട് കടുകുമണിയോളം സ്നേഹമില്ലെന്ന് കരഞ്ഞോണ്ട് ഈ സ്ത്രീ പറയാൻ കാരണമെന്ന് പറയാമോ? എന്നൊക്കെ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു വെച്ചാൽ ഞാൻ ചോദിക്കുന്നതെന്ന് ഓർത്തോണം. അദ്ദേഹത്തിനോട് കടുകുമണിയോളം സ്നേഹമില്ലെന്ന് ഈ സ്ത്രീ കരഞ്ഞോണ്ട് എന്നോട് കുമ്പസാരത്തിൽ പറയാൻ കാരണം എന്നാ? എടി മോളെ, ഇപ്പോഴല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചത്. വിവാഹം എന്ന് പറയുന്ന കൂദാശയുടെ അർത്ഥം ഇവൾക്ക് അറിയത്തില്ല. കൂദാശയുടെ അർത്ഥം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്നെ സ്നേഹിക്കാനല്ല എനിക്ക് സ്നേഹിക്കാനാ. അപ്പൊ എന്നെ സ്നേഹിക്കാനല്ല എനിക്ക് സ്നേഹിക്കാനായി കാഴ്ചപ്പാട് അവൾക്ക് കിട്ടിയാൽ ഈ സങ്കടം പറയുവോ? പറഞ്ഞേ. അപ്പൊ ഇനി മരണം വരെ എൻ്റെ കെട്ടിയവനോട് സ്നേഹമില്ലെന്നുള്ളൂ, ഇനി അത് പറയുകയല്ല. ഇന്നുകൊണ്ട് നിർത്തിക്കോളുമല്ലോ. ഞാൻ അടുത്ത കൊല്ലം വരുമെന്ന് ഞാൻ ഓർത്തോണം. ഞാൻ പറഞ്ഞേക്കാം, അന്ന് ഞാൻ ചോദിക്കും. അത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം, എനിക്ക് ചായ തന്നില്ല, എന്നെ സ്നേഹിക്കാനല്ല എനിക്ക് സ്നേഹിക്കാനാ. ചില ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാർക്ക് ഇങ്ങോട്ട് സ്നേഹവും കരുതലും ഉണ്ടോ, അവൾക്കും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്നതാ? നീ അടിമയാ. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാനും സ്നേഹിക്കും. അപ്പൊ എന്നെ സ്നേഹിക്കാനുള്ള അവൻ്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും അവനെ സ്നേഹിക്കാനുള്ള എൻ്റെ തീരുമാനം. അന്നേരം നീ അടിമയായിപ്പോയി. വെദർ ഹി ലവ്സ് മീ ഓർ നോട്ട്, ഐ ആം നോട്ട് ബോതേർഡ് അബൌട്ട് ദാറ്റ്. എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കത് പ്രശ്നമല്ല, ഞാൻ സ്നേഹിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ആ സത്യം ആദ്യം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളും അതുപോലെ തന്നെ, എൻ്റെ പെമ്പറന്നോത്തി എന്നെ കരുതുന്നുണ്ടോ, ചായ തരുന്നുണ്ടോ, എന്നോട് ദാമ്പത്യ ബന്ധത്തിന് സഹായിക്കുന്നുണ്ടോ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഐ ആം നോട്ട് വറീഡ് അബൌട്ട് ദാറ്റ്. സ്നേഹിച്ചാൽ കൊള്ളാം, ഇല്ല വേണ്ട. എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് മണവാളനായ ഈശോ നോക്കി ആരെയും കണ്ടില്ല. പക്ഷെ സ്നേഹത്തിനും വേറെ പിരിഞ്ഞു പോയില്ല. ആ സത്യം മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് സ്നേഹിക്കാനാ ഒരു പങ്കാളി തന്നിരിക്കുക, എന്നെ സ്നേഹിക്കാനല്ല. ആ സത്യം കൂടെ ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ പങ്കാളി ഏത് സൈസായിരുന്നാലും എനിക്ക് സ്നേഹിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് തൻ്റെ ഭാര്യ ഉണ്ടായിരിക്കേണ്ട സ്നേഹം വേറെ വസ്തുവം വെച്ച് നോക്കിയാൽ ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം, സമർപ്പിക്കുന്ന സ്നേഹം, ദാനം ചെയ്യുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, മറക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം, രമ്യപ്പെടുന്ന സ്നേഹം, വളർത്തുന്ന സ്നേഹം, കെട്ടിപ്പടുക്കുന്ന സ്നേഹം, ഊഷ്മളമായ സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം, ഉടമ്പടിയുടെ സ്നേഹം, ആയിരിക്കുന്ന അവസ്ഥയിലുള്ള സ്നേഹം. അത് മുഴുവൻ ഒന്ന് പറയാൻ പോണേ 2 മണിക്കൂറെങ്കിലും വേണം. അത്രയൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആ സ്നേഹമാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അതാണ് നീ കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. തന്നെയല്ല മക്കളെ, പിന്നെ ഈ ജീവിതം വിജയിപ്പിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ഈശ്വരാനുഗ്രഹം വേണം, രണ്ടാമത് മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം, ജീവിത പങ്കാളിയുടെ അനുഗ്രഹവും വേണം. യോസേപ്പിതാവിനെ മാതാവിനെ പോലെയുള്ള ഒരു ദൈവികമായ കാഴ്ചപ്പാട്. ഓരോ തരത്തിലും പോകേണ്ടതുപോലെ പിന്നെ ഭാഷ തെറ്റിക്കാതെ, ലൈൻ തെറ്റിക്കാതെ പോകാൻ നോക്കണം. ഞാൻ പഠനമെല്ലാം കഴിഞ്ഞ് വന്ന ആദ്യം വന്ന ഒരു 4 കൊല്ലം കുട്ടനാട്ടിൽ ഒരു ആശ്രമത്തിൽ സുപ്പീരിയറായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ പള്ളിക്കൂടത്തിൽ വലിയൊരു പിന്നെ ജൂബിലി സമ്മേളനം നടക്കുക. അപ്പോൾ ആ ജൂബിലി സമ്മേളനം അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്നു മാർ ആൻ്റണി ബഡിയറയാണ് അധ്യക്ഷൻ. MLA KC ജോസഫ് ഉദ്ഘാടകൻ. ഞാൻ പിന്നെ ആശ്രമ സുപ്പീരിയർ സുരേഷ് അച്ഛൻ പ്രധാന പ്രസംഗം. ഇങ്ങനെയൊക്കെയാണ്. അന്നൊന്നും വണ്ടി വരില്ല, ഇപ്പം വണ്ടിയും കാറും ഒക്കെ വരും. അതുകൊണ്ട് ഞങ്ങളൊരു സ്പെഷ്യൽ ബോട്ടയിൽ ബഡിയറ പിതാവിനെ കൊണ്ടുവന്നു. താലപ്പൊലി എല്ലാം കൊട്ടി ആഘോഷമായിട്ട് ധ്യാന ഹോളിലേക്ക് പിന്നെ മീറ്റിംഗ് ഹാളിലേക്ക് കൊണ്ടുപോയി. 4 ജാതി മതസ്ഥർ 10,000 പിള്ളേർ പഠിക്കുന്നതിൽ ഭയങ്കര ജനക്കൂട്ടമാണ്. എന്നിട്ട് എന്ത് ചെയ്തു, എല്ലാവരും വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേജിൻ്റെ ഞാൻ ഈ അറ്റത്തായിരിക്കുന്നത്, അപ്പുറത്ത് ഗ്രീൻ റൂമാണ്, പിള്ളേരൊക്കെ ഒരുങ്ങുന്നത്. അവിടെ 2 കൊച്ചപ്പാടും ബഹളവും കേട്ടു. ഞാൻ ഓടിച്ചെന്നു. അപ്പോൾ ഒരു സിസ്റ്ററാണ് പിന്നെ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്. എന്താ സിസ്റ്റർ, അവർ ഞങ്ങളുടെ പള്ളിക്കൂടത്തിൽ ആശ്രമത്തിലെ ദിവസവും കുർബാനയ്ക്ക് വരുന്നത്, എന്ത് പറ്റി, എന്താ പറ്റിയത്? എൻ്റെ അച്ഛൻ നിങ്ങൾക്കെല്ലാം തരാൻ വേണ്ടി ഞാൻ പ്രോഗ്രാം എഴുതി 5-6 കോപ്പിയോട് വെച്ചിരുന്നതാണ്, നിങ്ങൾക്കെല്ലാം തരാൻ വേണ്ടി പിതാവിന് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണം നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് റിബണും ഒക്കെ കെട്ടി പൂവൊക്കെ പിടിപ്പിച്ച് പിതാവിന് കൊടുക്കാൻ വെച്ചിരുന്ന ഈ കുഞ്ഞുങ്ങൾ അതെല്ലാം എടുത്ത് എങ്ങോട്ട് കൊണ്ട് കളഞ്ഞെന്നറിയത്തില്ല. സിസ്റ്ററിന് പ്രോഗ്രാം കാണാപ്പാടം അറിയത്തില്ല. ഒരു പേപ്പർ എടുത്ത്, ഒരു വെള്ള പേപ്പർ എടുക്ക്, പെട്ടെന്ന് അങ്ങോട്ട് എഴുതി
എടുത്തേക്ക് ഒന്ന് അങ്ങോട്ട് കൊടുത്തേ, ഞങ്ങൾക്ക് ആർക്കും വേണ്ട, പിതാവിനൊന്ന് കൊടുക്ക്, മീറ്റിംഗ് തുടങ്ങാൻ സമയമായില്ല, ഇനി നോക്കിയിരിക്കാതെ ഒരു വെള്ളക്കടലാസിയെ പറ്റുന്ന പ്രോഗ്രാം ആയിട്ട് പിതാവിനോട് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു. ഈശ്വര പ്രാർത്ഥന എല്ലാവരും എഴുന്നേറ്റിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിംഗിൾ സോങ് ലളിതഗാനം അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് സിസ്റ്ററിൻ്റെ റിപ്പോർട്ടർ വായന അതും കഴിഞ്ഞു. അതും കഴിഞ്ഞ് KC ജോസഫിൻ്റെ ഉദ്ഘാടന പ്രസംഗം അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ലളിതഗാനം അതും കഴിഞ്ഞ് അധ്യക്ഷ പ്രസംഗം. പടിയറ തിരുമേനി അങ്ങോട്ട് എഴുന്നേറ്റു. ആ രംഗം ഇപ്പോഴും ഞാൻ ഓർക്കുക. എഴുന്നേറ്റ് ഒരു ഊറിയ ചിരി ചിരിച്ചിട്ട് എല്ലാവരെയും നോക്കി. വാത്സല്യമുള്ള മാതാപിതാക്കളെ, വന്യ വൈദികരെ, അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയങ്കരമായ കുഞ്ഞുങ്ങളെ, ഈ പ്രോഗ്രാമിൽ എൻ്റെ കടമ ധർമ്മം എന്താണെന്ന് നോക്കിയപ്പോൾ ഞാൻ ഈ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കുമെന്ന് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, നാടോടി നൃത്തം മാർ ആൻ്റണി പടിയറ. അവിടെ ഇരുന്നവർ ചിരിച്ചു മണ്ണ് കപ്പി എന്ന് പറഞ്ഞാൽ മതി. സിസ്റ്റർ എവിടെ പോയെന്നേ കണ്ടില്ല. അതിനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. നാടോടി നൃത്തം മാർ ആൻ്റണി പടിയറ. ധൃതി വെച്ച് എഴുതിയതാ, ലൈൻ തെറ്റിപ്പോയി. ഇതുപോലെ പാട്ടിനിടയിൽ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിന് ലൈൻ തെറ്റും. അതുകൊണ്ട് പാട്ട് പാടി തൃപ്തിപ്പെടാതെ കുടുംബത്തിലെ ജീവിതം ലൈൻ ഒപ്പിച്ചാണോ പോകണമെന്ന് നോക്കണം. ലൈൻ തെറ്റുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. ഒന്ന്, നിങ്ങളൊക്കെ ഇപ്പോൾ ആരും കുടിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഈസ്റ്റർ കഴിഞ്ഞാൽ അന്ന് രാത്രി കുടിക്കാൻ എത്ര കുപ്പി മേടിച്ച് വെച്ചിട്ടുണ്ട്? ഒരു സത്യം പറയാവോ? ഒന്നേ ഉള്ളൂ. എൻ്റെ ദൈവം, ഈ അച്ഛൻ സത്യം പറഞ്ഞല്ലോ ഒന്നുമല്ലെങ്കിൽ. സത്യം പറഞ്ഞല്ലോ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അച്ചായൻ ഒരു കാര്യം ഓർത്തണം. ഈ അച്ചായൻ ഞാൻ എല്ലാവരും കൊണ്ട് പറയുക, നിങ്ങൾ ഒറ്റ പ്രാവശ്യം മദ്യപിക്കുമ്പോൾ 84 പ്രാവശ്യം കർത്താവിൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുക. മദ്യപാനം നീചമാണ്, നികൃഷ്ടമാണ്, പൈശാചികമാണെന്ന് നമ്മുടെ ബൈബിളിൽ 84 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് 84 ഞാൻ പിറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ബൈബിൾ മദ്യപാനോട് സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഒറ്റ പ്രാവശ്യം മദ്യപിക്കുമ്പം തമ്പുരാൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുക 84 പ്രാവശ്യം. അതൊക്കെ ഒന്ന് ഓർത്തോണം, ചിന്തിച്ചോണം. അതുകൊണ്ട് ഇതൊക്കെ മക്കളെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. ലൈൻ തെറ്റിപ്പോവുക, അതാണ് ഞാൻ പറഞ്ഞത്, ലൈൻ തെറ്റിപ്പോവുക. കള്ള്, കഞ്ചാവ്, ലഹരി, സെക്സ്, ബ്ലൂ ഫിലിം, ഇതെല്ലാം ലൈൻ തെറ്റിപ്പോകുന്ന മാർഗങ്ങളാണ്. അതെല്ലാം ഒഴിവാക്കാൻ തമ്പുരാൻ്റെ മനസ്സ് വായിച്ചെറിയണം. എങ്ങനെ ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു പള്ളിയിൽ വിചാരിച്ചും പറഞ്ഞതാണ്. ആ പള്ളിയിൽ പിന്നെ ഈ ലേഖനം വായിച്ചു കഴിയും, പിള്ളേരോ കപ്പിയാരോ ലേഖനം വായിക്കുന്നത്. ആ ലേഖനം പൗലോസ്ലീഹ എഴുതിയ ലേഖനം എന്ന് പറഞ്ഞേച്ച് തിരിഞ്ഞു നിന്ന് ഗുരു ആശീർവദിച്ചാലും എന്ന് പറയണം. അപ്പം ഞങ്ങളൊരു ആശീർവാദം കൊടുക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പോഴാണ് വായിക്കുന്നത്. ഒരു ദിവസം ഈ ഒരു കപ്പ്യാരെ പല്ലെല്ലാം എടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അയാൾ വന്നില്ല. കുറച്ച് ദിവസം കവിതയാണ് സാധാരണ വരുന്ന അൾത്താരപാലം വന്നിട്ടുണ്ട്. വിചാരിച്ചും പറഞ്ഞിടാ ഇന്നത്തെ ലേഖനം നീ വായിച്ചേക്കണമെന്ന് പറഞ്ഞു. ഈ ഒച്ച ഞാൻ ഇതേവരെ ലേഖനം വായിച്ചിട്ടേ ഇല്ല, കുർബാനയ്ക്ക് കൂടിയിട്ടേ ഉള്ളൂ. എടാ ഞാനല്ലേ പറയുന്നത്, അത് സാരമില്ല, നീ അങ്ങ് വായിച്ചോ, ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്തേലും വാട്ടെന്ന് പറഞ്ഞു, ഡോണ്ട് വറി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അവിടെ പോയി ഇരുന്ന് ലേഖനം വായിക്കാൻ കയറി. പ്രിയ സഹോദരങ്ങളെ, പൗലോസ് അപ്പസ്തോലൻ അപ്പസ്തോലന്മാർക്ക് എഴുതിയ ലേഖനം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പൗലോസിൽ ഈ അപ്പസ്തോലന്മാർക്കോ ആർക്ക് എവിടെ കോറിന്ത്യയാണോ റോമാണോ ആരാന്ന് അത് പറയാതെ പൗലോസിൽ ഈ അപ്പസ്തോലന്മാർക്ക് എഴുതിയ ലേഖനമെന്ന് പറഞ്ഞു. അച്ഛൻ അവിടുന്ന് അവന് മനസ്സിലായി എന്തോ തെറ്റ് സംഭവിച്ചു. അവൻ തിരിഞ്ഞേച്ച് ഗുരു അഡ്ജസ്റ്റ് ചെയ്താലും അവൻ മിടുക്കൻ, അവന് കാശ് കൊടുക്കണം, അല്ലാണ്ട് പിന്നീട് അതിന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഇതുപോലെ ലൈൻ തെറ്റിയൊക്കെ പോകും. അഡ്ജസ്റ്റിന് വേണ്ടി നടക്കും, അത് നടക്കും. നമ്മുടെ ഇടത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വര അനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹം, ജീവിത പങ്കാളിയുടെ അനുഗ്രഹം, അതുപോലെ തന്നെ ഒറ്റയാളിനെ സ്നേഹിക്കുക, ജീവിത പങ്കാളിയെ ജീവനെ പോലെ സ്നേഹിക്കുക, അവളെ മനസ്സിലാക്കിയിരിക്കുക, സ്വയം അറിയുക. ഒരു കാര്യം ഓർത്തോണം, ഒരു സ്ത്രീയെ മോഹിക്കാൻ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. കള്ള, കഞ്ചാവ്, ലഹരി, സെക്സ്, ബ്ലൂവിലും വ്യഭിചാരം, കൊലപാതകം, മോഷണം, ഇതൊന്നും പാപമല്ല. ഇതൊന്നും പാപമല്ല മക്കളെ. കാരണം സിൻ ഈസ് നോട്ട് ആൻ ആക്ഷൻ, സിൻ ഈസ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മൈൻഡ്, റാദർ സിൻ ഈസ് എ ഡെസിഷൻ. പാപം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അല്ല, പിന്നെയോ ഒരു തീരുമാനമാണ്. നീ ഒരു പെണ്ണിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു, നീ ആ പാപം ചെയ്തു കഴിഞ്ഞു. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ ചെന്നപ്പോഴത്തേക്ക് അവൻ ദുബായിക്ക് പോയി, കുമ്പസാരത്തിൽ പോയി പറയണം ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്,
കാരണം തീരുമാനിച്ചപ്പെടുത്തുന്നത് പാപമായിട്ട് മാറി. അതാണ് മത്തായി 5:28 എടുത്ത് വായിച്ച് നോക്കുക. ഒരു സ്ത്രീയെ മോഹിച്ചുകൊണ്ട് നോക്കുന്നവൻ അവളെ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. പ്രവൃത്തിയില്ല, തീരുമാനം ഉണ്ടായിരുന്നല്ലോ, അതാണ് പാപം. അതുകൊണ്ട് ഒരു പ്രവൃത്തി സർക്കാരിൻ്റെയും കോടതിയുടെയും മനുഷ്യരുടെയും പഞ്ചായത്തിൻ്റെയും മുമ്പിൽ പ്രവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുകയുള്ളൂ. യേശു തമ്പുരാന്റെ മുമ്പിൽ പ്രവൃത്തി വേണ്ട. ആ ദുഷ്പ്രവൃത്തി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നീ ആ പാപം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഒരു 10 മിനിറ്റ് ലേറ്റായി നമുക്കൊരു മാനസാന്തരം ഉണ്ടാകേണ്ടത്, കടന്നു വരേണ്ടത്. അത് ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. നമുക്കിനി ഒരു നിമിഷം ചെയ്യേണ്ടിക്കുന്നത് കേട്ടതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. അതായത് ഞാൻ പറഞ്ഞില്ല 10 മിനിറ്റ് ലേറ്റും കൂടി ആയി ഓൾറെഡി. ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ നോയമ്പ്, പിതാവ് പറഞ്ഞത്, കുടുംബജീവിതം, മാനസാന്തരം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുന്ന് എല്ലാം എടുത്ത് കോർത്തിണക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 5 താലന്ത് തന്നാൽ അത് 10 ആക്കണം. കുറേ സത്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടിട്ടുണ്ട്, അത് നീ പ്രവൃത്തി കൊണ്ടുവരണം. എന്നെ സ്നേഹിക്കാൻ, എനിക്ക് സ്നേഹിക്കാനാണ് വിവാഹം, സ്നേഹം, സത്യം എന്താണ്, സ്വതന്ത്രരാക്കും, കുറേ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരുന്നേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കാരുണ്യവാനായ ദൈവമേ, ആകാശവും ഭൂമിയും കടന്നു പോയാലും നിന്റെ വചനം കടന്നു പോവുകയില്ല. കൊള്ളുന്ന പരമാർത്ഥങ്ങളുടെ വചനങ്ങളിലൂടെ ഞങ്ങൾ ഈ 1.25 മണിക്കൂർ ഒരുപിടി സത്യങ്ങൾ ശ്രവിച്ചു. ഒരുപാട് ശ്രവിക്കുന്നതിനല്ല, കേട്ടത് മനസ്സിൽ ഉൾക്കൊള്ളുക. ഒരു ദിവസം ഇരുന്ന് ചിന്തിക്കാനും മാത്രമുള്ളത് ഈ 1.25 മണിക്കൂറോട് ഞങ്ങൾ ശ്രദ്ധിച്ച് കടന്നു പോയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ജീവിക്കുന്നിടത്തോളം കാലം ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല ഭാര്യയായി ഒരിക്കലും ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ജീവിക്കുന്നിടത്തോളം കാലം ഒരു വിശുദ്ധ ഭർത്താവ്, ഒരു വിശുദ്ധ ഭാര്യ. ഞാൻ ബുദ്ധിമുട്ടിയാലും എൻ്റെ പങ്കാളി ബുദ്ധിമുട്ടരുതെന്നുള്ള യൗസേപ്പിൻ്റെ തീരുമാനത്തോടു കൂടിയുള്ള നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ ഒരു തീരുമാനം, അതെടുത്തുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിവർന്ന് നേരെ ഇരുന്നിട്ട് കൈ രണ്ടും യാചന രൂപത്തിൽ ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ച് ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. ഈശോയെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എന്നോട് ചേർന്ന് പാട്. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ നാഥ.